കർത്താവിന്റെ വചനത്തിലേക്ക് തിരുന്നതിന് മുമ്പായിട്ട് കർത്താവിലേക്ക് നോക്കി ഒരു വാക്കുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവെ അവിടുത്തെ നിറഞ്ഞ സന്നിധത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ സാഷ്ടാംഗം വീഴുന്നു. കർത്താവെ ആദ്യനും അന്ത്യനുമായിട്ടുള്ള ദൈവം, കർത്താവെ അവിടുന്ന് തന്നെ ആൽഫ ഒമേഗയാണ്, ആരംഭവും അവസാനവും എല്ലാം അവിടുന്നാണ് കർത്താവെ, എ ടു സെഡ്. കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ കർത്താവ്. എത്ര സർവശക്തനായ ദൈവം, എത്ര സ്നേഹനിധിയായ ദൈവം, ഞങ്ങളെ കർത്താവ് സ്നേഹിച്ച കർത്താവെ, വിണ്ണുലകമൊക്കെ വിട്ട് ഈ ഉഴിയിലേക്ക്, ഈ മണ്ണിലേക്ക് ഞങ്ങളെ തേടി വന്ന ആ സ്നേഹം, നന്ദി കർത്താവെ, നന്ദി. ഏത് ഖേദവും അവിടുത്തെ തിരുമാർവിൽ ചാരിയിടുമ്പോൾ മാറിപ്പോകും ഞങ്ങൾ പാടിയല്ലോ കർത്താവെ. ഇവര് ഞങ്ങളെ കൈവിട്ടാലും ഞങ്ങളെ തേടി വരുന്ന, ഞങ്ങളുടെ അരികിലേക്ക് വരുന്ന ആ സ്നേഹം, നന്ദി കർത്താവെ. നന്ദി കർത്താവെ, നന്ദി. ഞങ്ങളെ പാപത്തിന്റെ ചെളിക്കുഴിയില് ഒരു ആശയ്ക്കും വകയില്ലാതായിരുന്ന സമയത്ത് ഞങ്ങളെ തേടി വന്ന ആ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. എത്ര അധികം ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ ശത്രുക്കളായിരിക്കെ, ഞങ്ങള് കർത്താവ് പാപികളായിരിക്കെ, നിസ്സഹാരായിരിക്കെ ഞങ്ങളെ തേടി വന്ന ആ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. ആ കാൽവരി സ്നേഹത്തിനാല് കർത്താവ് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും നിറച്ചാട്ടെ കർത്താവ്. ഞങ്ങളെ തന്നെ താഴ്ത്തി സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് കർത്താവെ അങ്ങിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുവാനും, അവിടുന്ന് കർത്താവെ ആ കാൽവരി കുരിശിൽ ചെയ്തെടുത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഇനിയും കത്തിക്കൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഉണർത്തണമേ കർത്താവെ. നിത്യമായിട്ടുള്ള ഒരു ജ്വലനത്താൽ കർത്താവെ, അവിടുത്തെ ആത്മാവിന്റെ അഗ്നിയാൽ ഞങ്ങളെ കർത്താവെ ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനെ സ്തുതിക്കുന്നു എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പൊ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം അതിന്റെ ലാസ്റ്റ് വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു നിർത്തിയായിരുന്നു. എന്നാൽ ഞാന് മെൻഷൻ ചെയ്യാതിരുന്ന ചില കാര്യങ്ങള്, ചില കമന്ററീസും കാര്യങ്ങളൊക്കെ ഞാൻ അതൊക്കെ ഗോ ത്രൂ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച ചില കാര്യങ്ങള്, അതും എല്ലാവരുടെയും പ്രയോജനത്തിനായിട്ട് മെൻഷൻ ചെയ്യാവുന്നതായിരിക്കുക. അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിന് 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടത്. അതില് ചില കാര്യങ്ങള് അതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു പോർഷനിൽ തന്നെ അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 32ാമത്തെ വാക്യം, യോഹന്നാൻ 19:32 വാക്യത്തില്, ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവന്റെയും അവനോടുകൂടി ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാൽ ഒടിച്ചു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ കൂടെ കർത്താവിന്റെ അപ്പുറം ഇപ്പുറം ഉണ്ടായിരുന്ന രണ്ടുപേരുടെ കാല് ഒടിക്കപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നു. കർത്താവിനെ അവര് വിലാവില് കുത്തിയതായിട്ട് നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ എന്നാ മറ്റവർ രണ്ടുപേരും മരിച്ചിട്ടില്ലായിരുന്നു. ഒരാള് നമുക്കറിയാം അദ്ദേഹത്തോടാണ് ഒരാള്, അത് ഏത് വശത്തുള്ള കള്ളനാണ്. നമ്മള് വലങ്കയ്യന്മാരായിട്ടുള്ള ആൾക്കാർ പറയും വലതുവശത്തുള്ള കള്ളനായിരിക്കുന്നു. ഇന്ന് ഇടങ്കയ്യന്മാരായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് പറയും ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ പറയാനല്ലേ, അതിന് ഇടതുവശത്തായിരിക്കും ആ കള്ളൻ ഉണ്ടായിരുന്നത്. ഏത് വശത്തായാലും, അതായത് ദൈവജനം പറഞ്ഞിട്ടില്ല ഏത് വശത്തുള്ള കള്ളനാ പർദീസിലേക്ക് പോയത്. ഇപ്പൊ ഏത് വശത്തുള്ള കള്ളനായാലും ആ കള്ളൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാല് അവര് ഒറ്റ ബ്ലോയിൽ ഒടിക്കുമ്പോൾ ഈ 32ാമത്തെ വാക്യത്തിൽ, ആകയാൽ പടയാളികൾ വന്ന ഒന്നാമത്തവനെ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവനെ കാൽ ഒടിച്ചു എന്ന് വായിക്കുമ്പോ അവിടെ ശരിക്കും പറഞ്ഞാൽ കർത്താവിന്റെ പ്രോമിസിന് ഒരു ഫുൾഫിൽമെന്റ് പെട്ടെന്ന് നടക്കും. എന്താ കർത്താവിന്റെ പ്രോമിസ്? എന്താ? ഇന്ന് നീ എന്നോടുകൂടി പരദേശത്തിൽ ഇരിക്കുമെന്ന അതില് മാനസാന്തരപ്പെട്ട കള്ളനോട് കർത്താവ് പറഞ്ഞു. അപ്പം ചാൾസ് സ്പർജൻ എന്ന് പറയുന്ന പ്രിൻസ് ഓഫ് പ്രീച്ചേഴ്സ് ആയിട്ടുള്ള ആ ഒരു ദൈവമനുഷ്യൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആ ഒരു ടെറിബിൾ സ്ട്രോക്ക് വാസ് ദ ആക്ച്വൽ മീൻസ് ഓഫ് ദ പ്രോംപ്റ്റ് ഫുൾഫിൽമെന്റ് ഓഫ് ഹിസ് ലോർഡ്സ് പ്രോമിസ് ടു ഹിം. ബൈ ദാറ്റ് ബ്ലോ ഹി ഡൈഡ് that day, else he might have lingered long. കൂടുതൽ വീണ്ടും കഷ്ടപ്പെടാതെ കർത്താവിന്റെ പ്രോമിസിന് ഒരു പ്രോംപ്റ്റ് ഫുൾഫിൽമെന്റ് ആയിരുന്നു. അപ്പൊ നമ്മള് നോക്കുമ്പോ മരിച്ചല്ലോ എന്നാ യഥാർത്ഥത്തില് നിത്യമായിട്ടുള്ള വലിയൊരു സന്തോഷത്തിലേക്ക് ആ മനുഷ്യന് എൻറ്റർ ചെയ്യുമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ ദോഹ ചർച്ചിന്റെ എൽഡറായിരുന്ന C. മാത്യു ബേറിന്റെ ഫ്യൂണറൽ സെറമണിയില് സാഗ്ബേറിന്റെ ഒരു അനുശോചന കണ്ടോളൻസ് ആയിട്ട് ബേറ് എഴുതി അയച്ച ഒരു മെസ്സേജ് വായിച്ചായിരുന്നു. അപ്പം ബേർ ഇങ്ങനെ പറയുമായിരുന്നു, സ്വർഗത്തിന്റെ ആ ഒരു അനുഭൂതി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞ ഒരാളോട്, സ്വർഗത്തിലെ വലിയ സന്തോഷത്തില് കർത്താവിന്റെ സന്നിധിയിലുള്ള അപരിമയമായ ആ സന്തോഷത്തിലുള്ള ഒരാളോട് ഇനി ഭൂമിയിലേക്ക് തിരിച്ചു പോകണോ, ഇതിന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടല്ലോ, ഇനി കുറച്ചുകൂടി ഭൂമിയിലേക്ക് തിരിച്ചു പോകണമെന്ന് ചോദിച്ചാൽ ഒരു പറയും വേണ്ട, കർത്താവിന്റെ സന്നിധി അത് അത്ര സന്തോഷമുള്ള, അത്ര സമാധാനമുള്ള ഒരിടമാണ്. ഭാര്യയും മക്കളൊക്കെ അത് കർത്താവ് നോക്കിക്കോളൂ, അതെല്ലാം ദൈവം ചെയ്തോളൂ. അപ്പൊ ആ ഒരു സ്വർഗീയ, അപ്പൊ നമ്മളെ പക്ഷെ ഭൂമി നോക്കുമ്പോ അയ്യോ കുറച്ചുകൂടെ നാളെ ജീവിച്ചിരുന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, കുറച്ചുകൂടെ നാളെ. എന്നാൽ ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ച് ഓരോ സമയമുണ്ട്. അപ്പൊ
സ്വർഗത്തിന്റെ ആ ഒരു വലിയ സമാധാനവും സന്തോഷവും നമുക്ക് പറഞ്ഞറിയിക്കാനൊക്കാത്ത വലിയൊരു സന്തോഷം സമാധാനം. ഇപ്പൊ നമ്മുടെ അനില് ആ ഒരു സ്വർഗത്തിന്റെ ഒരു ദർശനമൊക്കെ കണ്ട് വന്നയാളെ അനില് ഇങ്ങനെ ഇടയ്ക്ക് പറയാം, ഇങ്ങനെ ആ ഒരു പറഞ്ഞറിയിക്കാനാകാത്ത ഒരു വലിയൊരു സന്തോഷം. ശരിയാണ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ ആ സ്വർഗത്തിന്റെ ഒരു മുൻരുചിയാണ് നമുക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ അതിലെല്ലാം ഉപരിയായിട്ടുള്ള വലിയൊരു നമുക്ക് മനുഷ്യന്റെ അനുഭവത്തിന് അതീതമായിട്ടുള്ള വലിയൊരു സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്കും ഉള്ള ഒരു കാര്യം. അതിനായിട്ടാണ് അത് ആ ഒരു സ്വർഗീയ സന്തോഷത്തിലേക്കാണ് കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതിന്റെ ആ സ്വർഗം ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തു പൈതലിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് ഒരു ഹൃദയത്തിലേക്ക് വരുമ്പോൾ ആ ഒരു സ്വർഗത്തിന്റെ ഒരു മുൻരുചി, സ്വർഗത്തിന്റെ ഒരു ചെറിയൊരു ഫോട്ടോസ്റ്റ് അവനെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ അത് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു അളവ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അധികമായിട്ട് നമ്മളെ താഴ്മയിലും നുറുക്കത്തിലും നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളിലേക്ക് അധികമായിട്ട് നിറയുന്ന ഒരു അനുഭവം ഉണ്ടാവും. നമ്മളെ സഹോദരങ്ങളൊക്കെ സാക്ഷ്യം പറഞ്ഞപ്പോ മീറ്റിങ്ങിന്റെ സമയത്ത് വലിയൊരു ഉത്സാഹമുണ്ട്. അതിനുശേഷം അത് സാധാരണ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാൽ എന്റെ ജീവിതത്തിൽ ദൈവം പഠിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ഫീലിങ്സിലേക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ഒരു അനുഭൂതിയോ എനിക്ക് മീറ്റിങ്ങിന്റെ സമയത്ത് അല്ലെങ്കിൽ പാട്ട് പാടിയ സമയത്ത് ഉണ്ടായിരുന്ന ആ ഫീലിംഗ് ഇപ്പം കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സിലേക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മറിച്ച് നമ്മളുടെ ആ ഇച്ഛ, നമ്മളുടെ വിൽ പവർ, നമ്മളുടെ ഇച്ഛ, നമ്മളുടെ തീരുമാനം എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ കർത്താവിനായിട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കർത്താവെ അവിടത്തേക്കായിട്ട് ഞാൻ എന്റെ ഹിതമൊന്നും വേണ്ട, അവിടുത്തെ ഹിതം ചെയ്യാനായിട്ട് കർത്താവെ എനിക്ക് ബോധ്യമുള്ളിടത്തോളം, കർത്താവെ എനിക്ക് വെളിച്ചമുള്ളിടത്തോളം ഞാൻ അവിടുത്തെ ഹിതത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫീലിങ്സ് ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മറിച്ച് കർത്താവിലേക്ക് അങ്ങ് വിശ്വാസത്തോടെ അങ്ങ് നോക്കിയാൽ മതി. അവിടെ നമുക്ക് മീറ്റിംഗിൽ ഉണ്ടായിരുന്ന ആ ഒരു അനുഭൂതി തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ആത്മീയമായിട്ട് അത്ര ആ ഒരു ഫീലിങ്സ് ഉണ്ടോ എന്ന് നമ്മൾ ഓർത്ത് നമ്മള് കുറ്റബോധത്തിൽ അങ്ങനെ പോകേണ്ട കാര്യമില്ല. മറിച്ച് നമ്മളിനിപ്പോ ജോലിയുടെ തിരക്കിലൊക്കെ ചിലപ്പോൾ നമ്മൾ കർത്താവിനെ കുറിച്ച് ചിന്തിക്കാനോ വചനത്തെ കുറിച്ച് ചിന്തിക്കാനോ ഒക്കെ ചിലപ്പോൾ നമുക്ക് നേരം കിട്ടിക്കാണത്തില്ല. ജോലിയുടെ തിരക്കിൽ, അടുക്കളയിലെ തിരക്കായിരിക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ തിരക്കായിരിക്കും, അല്ലെങ്കിൽ പഠിത്തത്തിന്റെ തിരക്കായിരിക്കും, അല്ലെങ്കിൽ വേറെ പല ഉത്തരവാദിത്തങ്ങളുടെ തിരക്കായിരിക്കും. പക്ഷെ ആ ഉത്തരവാദിത്തങ്ങളുടെയൊക്കെ ഇടയിൽ പരിശുദ്ധാത്മ നമ്മളെ ഉണർത്തും. പക്ഷെ എന്നാൽ പോലും നമ്മള് ആ ഒരു കോൺഷ്യസ് ആയിട്ട് നമ്മള് ആ ഒരു കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചു ഇല്ലതിനെ കുറിച്ച് നമ്മളൊരു കുറ്റബോധത്തിൽ അടിപ്പെടാതെ, മറിച്ച് നമ്മളൊരു നല്ല മനസാക്ഷി, നിർമ്മല മനസാക്ഷി നമുക്കുണ്ടോ, നമുക്ക് ദൈവം വെളിച്ചമുള്ളിടത്തോളം നമ്മൾ കർത്താവിന് മുമ്പാകെ ഒരു വട്ടപ്പൂജ്യമായിട്ട് 0 ആയിട്ട് നമ്മൾ തന്നെ താഴ്ത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ മാത്രം നോക്കിയാൽ മതി. ആ ഒരു ക്ലീൻ കോൺഷ്യൻസ് ആൻഡ് ഹ്യൂമിലിറ്റി, ആ ഒരു ശുദ്ധ മനസാക്ഷിയോടെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള സാന്നിധ്യം എങ്ങനെ എപ്പോഴും അനുഭവിക്കാൻ പറ്റുന്നതെന്ന് പണ്ടൊരിക്കൽ ഞാൻ സാക്ബാറിനോട് എന്ന് ചോദിച്ചപ്പോൾ വേറെ പറഞ്ഞ 2 കാര്യങ്ങൾ ഇതാ: ക്ലീൻ കോൺഷ്യൻസ്, ഹ്യൂമിലിറ്റി. ഈ 2 കാര്യമുള്ളൂ, വേറെ വലിയ ലോങ് സാമണൊന്നുമില്ല. ക്ലീൻ കോൺഷ്യൻസ്, ഹ്യൂമിലിറ്റി. നമുക്കൊരു ശുദ്ധ മനസാക്ഷി, നമുക്ക് എന്തെങ്കിലും ഏറ്റു പറയാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാനോ ക്ഷമ പറയാനോ ക്ഷമിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് ഒരു ശുദ്ധ മനസാക്ഷി. പിന്നെ ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ തന്നെ ഒരു വട്ടപൂജ്യമായിട്ട് ദൈവത്തിന് മുമ്പാകെ 0 ആയിട്ട് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥ. അത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ഹ്യൂമിലിറ്റി തന്നെ ശരിക്കും ക്ലീൻ കോൺഷ്യൻസും വരും. യഥാർത്ഥത്തിൽ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന ഒരാൾക്ക് ദൈവം തന്നെ ആ ഒരു ശുദ്ധ മനസാക്ഷിയുടെ കാര്യം കാണിച്ചു തരും. അപ്പൊ അങ്ങനെ അതാ സീക്രട്ട് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഇസ് ഹ്യൂമിലിറ്റി, ഹ്യൂമിലിറ്റി, ഹ്യൂമിലിറ്റി എന്ന് കർത്താവ് എന്ന് സാക്ബർ എപ്പോഴും പറയാറുള്ളത്. എന്ന് വെച്ചാല് താഴ്മ. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ താഴ്മ. എന്താ? നമ്മൾ ദൈവം മുമ്പാകെ അങ്ങ് താഴ്മ, ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ ആ ഒരു 0 പൊസിഷനിൽ നമ്മെ തന്നെ അങ്ങ് എപ്പോഴും താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങ് ശീലമായിക്കോളും. അപ്പൊ നമ്മുടെ ഫീലിങ്സ് വന്നു പോകുന്നതൊന്നും നമ്മളെ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് കർത്താവിനായിട്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ആത്മാവിൽ നമുക്കൊരു ബോധ്യം, ഒരു കർത്താവിന്റെ പ്രസൻസ് അത് കണ്ടിന്യൂലായിട്ട് നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാകുന്ന ഒരു കാര്യം ഉണ്ടാവും. പിന്നെ ദൈവം നമുക്ക് കൂടുതൽ മാനസാന്തരപ്പെടാനും കർത്താവിന്റെ ശബ്ദം കേൾക്കാനും ഒക്കെയുള്ള പല കാര്യങ്ങൾ ദൈവം തന്നെ പതുക്കെ നമുക്ക് കാണിച്ചു തരും. പക്ഷെ നമുക്ക് ആ ഒരു കർത്താവിന്റെ സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരിക്കാനുള്ള ഒരു ദാഹം, ആ ഒരു ദൈവാത്മാവിനാൽ നിറയപ്പെടാനുള്ള വലിയൊരു ദാഹവും കർത്താവിന്റെ സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരിക്കാനുള്ള ഒരു ദാഹം നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് ആ ഒരു ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു ആത്മീയ
അനുഭവങ്ങളിലേക്കൊക്കെ എക്സ്പീരിയൻസസിലേക്ക് കർത്താവ് നമ്മളെ പതുക്കെ പതുക്കെ ഗ്രാജുവലായിട്ട് നമ്മളെ നയിക്കും എന്നുള്ളൊരു കാര്യം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വെച്ചാൽ ഈ ഒരു യുനോ ഒറ്റയടിക്ക് ഈ മനുഷ്യന്റെ കാലൊടിച്ചു എന്നുള്ളത് അദ്ദേഹം സ്വർഗത്തിലേക്കുള്ള ഒരു പ്രവേശനം വെച്ചാൽ നമ്മൾ മനുഷ്യന്റെ കണ്ണില് ചിലപ്പോൾ അയ്യോ പാവം എന്ന് തോന്നുന്ന ചില കാര്യങ്ങള് ദൈവത്തിന്റെ ചില പ്രോമിസസിന്റെ ഫുൾഫിൽമെന്റിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങളാണെന്നുള്ളൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വിലാപ്പുറത്ത് കുന്തത്താല് കുത്തി എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എത്ര ലെങ്തും ബ്രെഡ്ത്തും ഡെപ്തും ഒക്കെ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ എക്സാക്ട് അളവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇതേ യോഹന്നാന്റെ സുവിശേഷം, അത് ഞാനൊന്ന് ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, യോഹന്നാൻ 20:25 തോമസ് പിന്നീട് കർത്താവിനെ കാണണം എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? തോമസ് പറയുന്നുണ്ട്, മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ 20-ാം അധ്യായത്തിന് യോഹന്നാൻ 20:25 പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പൊ തോമസ് പറയുക, അതായത് AD 54 കേരളക്കരയിലേക്ക് സുവിശേഷം ആദ്യമായിട്ട് കൊണ്ടുവന്ന തോമസ് എന്താ പറഞ്ഞു, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും, അതായത് പുനരുദ്ധാന ശരീരത്തിലും ആണിപ്പഴുതുണ്ടെന്നുള്ളതിന്റെ ഒരു കാര്യം നമ്മൾ അവിടെ കാണുന്നത്. കർത്താവിന് പുനരുദ്ധാന ശരീരത്തിൽ നമുക്കെല്ലാം ലഭിക്കാൻ പോകുന്ന പുനരുദ്ധാന ശരീരത്തിലെങ്കിലും ഒരു കുറവോ ഒരു കഷണ്ടിയോ അല്ലെങ്കിൽ സ്പെക്സ് വെക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂനതകളോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള പുനരുദ്ധാന ശരീരത്തോടു കൂടിയായിരിക്കും നമുക്ക് പുനരുദ്ധാനത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. എന്നാൽ കർത്താവ് മാത്രം ആ അണിപ്പഴുത്, കർത്താവിന്റെ വിലാപ്പുറത്തെ ആ മുറിവും കൈകാലുകളിലുള്ള അണിപ്പഴുതും എല്ലാം കർത്താവ് റിട്ടൈൻ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നത്. അത് പുനരുദ്ധാനം ചെയ്തതിനു ശേഷം കർത്താവിന്റെ വിലാപ്പുറത്ത് കൈയിട്ട് നോക്കാനൊക്കെ കർത്താവ് പിന്നീട് പറയുമ്പോൾ ആ കാര്യങ്ങൾ കർത്താവ് അത് റിട്ടൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ അത് നിലനിർത്തുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നിത്യതയോളം കർത്താവ് നമ്മളെ സ്നേഹിച്ചതിന്റെ ആ ഒരു ചൂടടയാളമാണത്. നിത്യതയോളം കർത്താവിന്റെ അടുക്കിലേക്ക് ഇന്ന് ആ അണിപ്പാടുള്ള തിരുക്കരങ്ങള്, ആ അണിപ്പാടുകൾ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് കൈ ഓടിച്ച് നോക്കുമ്പോൾ ഓ കർത്താവെ എനിക്ക് വേണ്ടി അവിടുന്ന് ഇതെല്ലാം സഹിച്ചല്ലോ എന്നുള്ള ഒരു കാര്യം, ആ ഒരു നിത്യതയോടെ നമ്മളെ കർത്താവിനെ വർഷിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അത് ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തെന്ന് പറയുമ്പോൾ കൈയിടാൻ തക്കവണ്ണം ഉള്ള ഒരു കുന്തത്തിന്റെ ഒരു അത്രയും തുളഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ അതിനോടനുബന്ധിച്ച് നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അതായത് കർത്താവിന്റെ നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ചകളിൽ ആ കാര്യങ്ങൾ കണ്ടായിരുന്നു. കർത്താവിന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പം രക്തവും വെള്ളവും ഒഴുകിയതായിട്ട് നമ്മൾ യോഹന്നാൻ 19-ാം അധ്യായത്തിന്റെ അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ നമ്മളത് കണ്ടായിരുന്നു. നമ്മൾ അതിനെ കുറിച്ചൊക്കെ പിന്നെ ഞായറാഴ്ച ഒക്കെ കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ആത്മീയമായിട്ടുള്ള ആഴത്തില് നമ്മൾ കർത്താവിൽ മറിഞ്ഞിരിക്കുന്നതിന്റെ കാര്യമൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ആത്മീയ ഒരു ആഴത്തിലുള്ള ഒരു അർത്ഥഭേദം കൂടെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാല് നമ്മളുടെ ഹൃദയം ആത്മാവിന്റെ ഒരു പ്രതീകമായിട്ടാണ് വചനത്തിൽ പലയിടത്തും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആത്മാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവിന്റെ നിത്യജീവന്റെ നദികൾ ഒഴുകേണ്ടത്. അപ്പം യേശുവിന്റെ ഹൃദയത്തിന്റെ കവചമായിട്ട് എന്താ ഉള്ളത്? നമ്മള് മെഡിക്കൽ സയൻസ് പഠിച്ചാൽ ഹൃദയത്തിന്റെ കവചമായിട്ട് എന്തുണ്ട്? ഒരു പെരികാർഡിയ എന്ന് പറഞ്ഞൊരു മെംബ്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മാവിനെ കവർ ചെയ്യുന്ന ഒരു ജഡമാകുന്ന ഒരു തിരശ്ശീല എന്നൊക്കെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. അപ്പം ഹൃദയത്തിന്റെ പരിച്ഛേദന എന്ന് നമ്മള് വചനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മൾ അവിടെ യെരമ്യാവ് 4:4 ഡിട്രോണമി ആവർത്തന പുസ്തകം 30-ാമത്തെ വാക്യത്തിലൊക്കെ സർക്കംസൈസ് യുവർ ഹാർട്ട്സ് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ പരിച്ഛേദന, അതായത് നമ്മളുടെ ജഡത്തിലുള്ള നമ്മുടെ ആ സ്വയശക്തിയൊക്കെ ഒന്ന് നീങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് അത് കാണിക്കുന്നത്. യേശുവിന്റെ ജീവിതത്തിൽ കർത്താവ് തന്റെ ജഡമാകുന്ന തിരശ്ശീല, തന്റെ സ്വയജീവനാകുന്ന ആ തിരശ്ശീലയെ ചീന്തിയാണ് കർത്താവ് നമുക്ക് വേണ്ടി ജീവനുള്ള പുതുവഴി തുറന്നതായിട്ടൊക്കെ നമ്മൾ എബ്രായർ 10-19-20 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അപ്പം യേശുവിന്റെ ജീവിതത്തിൽ ആ ജഡമാകുന്ന തിരശ്ശീല ചീന്തിയാണ് നമുക്ക് അതിപരിശുദ്ധ സ്ഥലത്തേക്ക്, പിതാവിന്റെ സന്നിധിയിലേക്കുള്ള ഒരു പ്രവേശനം ദൈവം തന്നെ. അവിടെ നിന്നാണ്, ആ സ്വർഗസിംഹാസനത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവിന്റെ ജീവജല നദികൾ ഒഴുകുന്നതെന്ന് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. വെളിപാട് പുസ്തകം 22-ന്റെ 1-ാമത്തെ വാക്യത്തില്, വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ എന്താ കാണുന്നത്? ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവിന്റെ ശുഭ്രമായ പളുങ്ക് നദി ഒഴുകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാല് നമ്മളുടെ യേശുവിന്റെ ജീവിതത്തില് യേശുവിന്റെ ആ ജഡമാകുന്ന ആ തിരശീല ചീന്തപ്പെട്ട് കർത്താവിന്റെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് അളവില്ലാതെ പിതാവിൽ നിന്ന് ഒഴുകി നമ്മളിലേക്ക് ഒഴുകിയതുപോലെ നമ്മളുടെ ജീവിതത്തിലും നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെ. എന്നാൽ ആ
കുന്തത്തില് കുന്തം കൊണ്ട് ആ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവിടെയുള്ള ഒരു അതിന്റെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ആഴത്തിലുള്ള ഒരു അർത്ഥം നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലരും ഇതുപോലെ നമ്മളുടെ ജഡത്തെ എന്താ പറയുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള പല കുത്തുകൾ കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം. ഓ ഈ സഹോദരി മീറ്റിങ്ങിനിടയിൽ ഫോണൊക്കെ അറ്റൻഡ് ചെയ്ത് ബഹളം ഉണ്ടാക്കുന്നു. നമുക്കൊരു മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടാവാം അല്ലേ? അപ്പൊ പക്ഷെ സാരമില്ല, സൗകര്യക്ക് മീറ്റിംഗ് ഇത് ചെയ്യാൻ ഫോണ് അത് അങ്ങനെ ചെയ്ത് വെക്കാൻ അറിയത്തില്ലായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാല് നമുക്ക് വേണ്ടാത്ത നമുക്ക് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചില പെരുമാറ്റങ്ങൾ നമ്മുടെ സഹോദരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, കുഞ്ഞുങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. വലിയ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം മാതിരിയുള്ള വലിയ ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും ആയിരിക്കത്തില്ല, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ പൈപ്പ് ലീക്കാത്ത കാര്യമായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും തുണി നേരെ വേണം അത് ഉണക്കി ഇട്ടില്ല, അല്ലെങ്കിൽ അത് വേണ്ടവണ്ണം അത് മടക്കി അത് വേറെ എവിടെ കൊണ്ടുവച്ചു, അല്ലെങ്കിൽ അത് മിസ്പ്ലേസ് ആയി, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളുടെ ആ ഒരു ഹൃദയത്തിന്റെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോ സമയത്ത് ഈ എന്തിനാ പറയുന്നത്, ഈ ഹൃദയത്തിൽ വന്ന് കുന്തം കുത്തുന്ന ഒരു അവസ്ഥയാ ഉള്ളത്. മറ്റു പല സാഹചര്യങ്ങളിലൂടെ, വ്യക്തികളിലൂടെ കർത്താവ് പല റോമൻ പടയാളികളെയും വിട്ട് നമ്മളുടെ ഹൃദയത്തിലേക്ക് എന്ന് പറയുമ്പോൾ ആ ഹൃദയത്തെ കവർ ചെയ്യുന്ന ആ ജഡത്തിലേക്ക് ഒരു കുന്തം കുത്തുക ചെയ്ത്. അപ്പം കർത്താവിന്റെ ഹൃദയത്തിലേക്ക് കുന്തം കുത്തിയപ്പോൾ കർത്താവ് അവിടെ രക്തം ഒഴുക്കി, അവസാനങ്ങളിൽ രക്തം ഒഴുക്കി അവന്റെ പാപവും കൂടെ ക്ലെൻസ് ചെയ്യുവാൻ, കഴുകാനുള്ള രക്തം ഒഴുക്കി അവനെ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിമോചനത്തിനായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ദൈവവചനവും കർത്താവ് ഒഴുക്കി കൊടുത്തു. രക്തവും നീരും ഇപ്പൊ പാടിയ പാട്ടില് ക്ലെൻസ് മീ ഫ്രം ഇറ്റ്സ് ഗിൽറ്റ് ആൻഡ് പവർ, പാപത്തിന്റെ കുറ്റബോധത്തിൽ നിന്ന്, ശക്തിയിൽ നിന്നും ഉള്ള ഒരു മോചനം. കുറ്റബോധത്തിൽ നിന്നുള്ള മോചനമാണ് രക്തം, ശക്തിയിൽ നിന്നുള്ള മോചനമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ദൈവവചനം. അതാ കർത്താവ് ഒഴുക്കിയത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ അനേകരെ കുത്തുമ്പോ ഈ ജഡത്തിൽ നിന്നുള്ള എന്തെങ്കിലും പ്രതികരണങ്ങളായിരിക്കും അല്ലെ നമുക്ക്. എന്നാലും നിങ്ങൾക്കൊന്നും അറിയത്തില്ലേ, എന്ന് ഞാൻ 10,000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ജഡത്തിൽ നിന്നുള്ള ഭയങ്കര ഈർഷ്യയും പിണക്കവും ദേഷ്യവും അസൂയയും ആകുല ചിന്തകളും ഭയങ്കര വെപ്രാളവും ടെൻഷനും നമ്മളുടെ ജഡത്തിൽ നിന്നുള്ള, നമ്മുടെ സ്വയത്തിൽ നിന്നുള്ള പല പ്രതികരണങ്ങളാണ് മറ്റുള്ളവർ നമ്മളെ കുത്താൻ നോക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് പലപ്പോഴും. പക്ഷെ യഥാർത്ഥത്തിൽ ആ ജഡമാകുന്ന തിരശ്ശീല കർത്താവേ, ഓരോ സാഹചര്യങ്ങൾ ശരിയാണ് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന, നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന, നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പൊ അതൊക്കെ ഉണ്ടാകുമ്പം കർത്താവേ, എന്റെ ഹൃദയത്തിലുള്ള അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയോ സമാധാനമോ ഒന്നും നഷ്ടപ്പെടാതെ എന്തൊക്കെ സംഭവിച്ചാലും, ചിലപ്പം ഒരു സഹോദരൻ വിളിക്കാൻ വരാന്ന് പറഞ്ഞു, അതിന്റെ ലേറ്റ് ആയി, അതിന്റെ വേറൊരു സഹോദരൻ വന്ന് വിളിക്കേണ്ട ഗതികേട് വന്നു. പക്ഷേ നമ്മുടെ സഹോദരങ്ങളൊക്കെ അത് വളരെ ഭവ്യമായിട്ട് ക്ഷമിക്കുന്നത് പോലെ എന്ന് പറഞ്ഞതുപോലെ ചില ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് പല പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില തിരക്കുകൾ വരുന്നു, ചില അപ്പോയിന്റ്മെന്റ്സ് വരുന്നു, ചില കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോ സമയത്തും കർത്താവേ ഈ സാഹചര്യങ്ങളിലൂടെ ഒക്കെ എന്റെ ആ ജഡമാകുന്ന തിരശ്ശീല അല്ലെങ്കിൽ ആ ജഡമാകുന്ന പാറ, അത് ആ പാറയെ പൊട്ടിക്കുന്ന ചുറ്റികയാണ് ദൈവവചനം എന്നാണ് യെരമ്യാവ് 23:29 നമ്മൾ വായിക്കുന്നത്. ആ ചുറ്റിക കൊണ്ട് കർത്താവേ, ആ വചനമാകുന്ന മൂർച്ചയുള്ള വാളുകൊണ്ട് കർത്താവേ, എന്റെ ആ ഒരു സ്വയശക്തി, എന്റെ ആ ഒരു ഞാൻ എന്നുള്ള ആ ഒരു ഈഗോ, അതൊക്കെ അങ്ങ് അവിടെ തകരട്ടെ കർത്താവേ. ആത്മാവിൽ നിന്ന് കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ഒരു ജീവജല നദി പ്രവാഹമായിട്ട് മറ്റുള്ളവരിലേക്ക് ഒഴുകുവാൻ, യേശുവിൽ നിന്ന് ജീവജലത്തിന് നദി ഒഴുകിയതുപോലെ കർത്താവ് പറയുന്നത് എന്താ? യോഹന്നാൻ 7:38 വാക്യത്തില് 37-38 ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരുവിൻ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും. അത് ആത്മാവ് അത്തരത്തിൽ അതുവരെ നൽകപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ അതിന്റെ താഴെ 39 വാക്യത്തിൽ വായിക്കുന്നത്. പഴയ നിയമത്തില്, പഴയ ഉടമ്പടിയിൽ ആത്മാവ് അവണ്ണം നൽകപ്പെട്ടിരുന്നില്ല, ആത്മാവ് അവരുടെ മേല് വന്നിരുന്നതേ ഉള്ളൂ. എന്നാൽ പുതിയ ഉടമ്പടിയിൽ യേശു കർത്താവിന്റെ മരണത്തോടെ ആ തിരശ്ശീല ചിന്തപ്പെട്ടതോടുകൂടി പരിശുദ്ധാത്മാവിന് നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വരുവാൻ തക്കവണ്ണം യേശുവിന്റെ രക്തം നമ്മളുടെ ഹൃദയത്തിന്റെ കണ്ണായിട്ടുള്ള മനസാക്ഷി ശുദ്ധമാക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിന് നമ്മളുടെ ആത്മാവിലേക്ക് വരുവാനുള്ള ഒരു സാധ്യത, ഒരു വാതിൽ കർത്താവ് തുറന്നു കൊടുത്തു. അതുകൊണ്ട് നമ്മള് പല വിധത്തിലുള്ള പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പം അവിടൊക്കെ നമുക്ക് ജഡത്തിൽ നിന്നുള്ള ഒരു ദുർഗന്ധമാണോ വമിക്കുന്നത് അവിടെ, അതോ പരിശുദ്ധാത്മാവ് ശരിയാണ് നമ്മളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ചിലപ്പോൾ രോഗാവസ്ഥകളായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം, ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക നഷ്ടങ്ങളായിരിക്കാം, പല കാര്യങ്ങളും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുമ്പം അവിടെ കർത്താവേ, ഈ റോമൻ പടയാളി കുന്തം കൊണ്ട് കുത്തുമ്പോൾ
ഇവിടെ നിന്ന് കർത്താവെ അവിടുത്തെ ജീവജലത്തിന്റെ നദികൾ പ്രവഹിക്കുവാൻ തക്കവണ്ണം ആ സഹോദരനെ നമ്മളെ ആരെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെയും കൂടെ കർത്താവ് യേശുവിന്റെ രക്തത്താല് അവിടുന്ന് കഴുകണം. അദ്ദേഹത്തിന് കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു സ്നേഹത്തിന്റെ ചില വാക്കുകള്, ചില കാരുണ്യത്തിന്റെ വാക്കുകള്, ദീർഘക്ഷമയുടെ വാക്കുകൾ കേൾക്കുവാനും, എന്നാൽ ചില സമയത്ത് നമ്മൾ ഫേമായിട്ട് കർക്കശത്തോട് ചില കാര്യങ്ങൾ പറയുന്നിടത്ത് അത് ജഡത്തിൽ നിന്നുള്ള ഒരു ഇറിറ്റേഷനിൽ നിന്നുള്ള അല്ലാതെ ചില കാര്യങ്ങൾ ഫേമായിട്ട് പറയുന്നിടത്ത് പറയാൻ തക്കവണ്ണം ഹൃദയ ആത്മാവിൽ നിന്നുള്ള ഒരു പ്രവാഹം അവിടെ ഒഴുകുവാൻ ഇടയാകണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അവിടെയൊക്കെ കാണുന്നത്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇതിന്റെ ഒരു സിംബോളിസം എന്ന് പറഞ്ഞാല് ആദാം ഉറങ്ങി കിടന്നപ്പോഴാണ് ആദാമിനെ ഉറക്കിയിട്ടിട്ടാണ്, ആദാമിന് നല്ല ഡീപ്പ് അനസ്തേഷ്യയൊക്കെ കൊടുത്തിട്ടാണ്, നല്ല ജനറൽ അനസ്തേഷ്യയൊക്കെ കൊടുത്ത് ഡീപ്പായിട്ട് ഉറക്കി കിടത്തിയിട്ടാണ് വിലാവിൽ നിന്ന് വാരിയെടുത്ത് ഹവ്വയെ നിർമ്മിച്ച് എന്ന് പറയുന്നത് പോലെ യേശുവിനെ മരണം എന്നുള്ള ആ ഒരു ഉറക്കത്തിലേക്ക് പിതാവ് ആഴ്ത്തിയിട്ടാണ് വിലാവിൽ നിന്ന് സഭയെ എടുക്കാനായിട്ട് ആ ഒരു കർത്താവിന്റെ ക്രൂശുമരണമാണ് കർത്താവിന്റെ വിലാവിൽ നിന്ന് സഭയെ ഒഴിവാക്കാനായിട്ട് ദൈവം എടുത്തതായിട്ടുള്ള ഒരു ചിത്രമായിട്ട് അതും ഈ സ്പർജൻ പറയുന്ന ഒരു ഇതായിട്ട് സ്പർജന്റെ കമന്ററിയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആദാം ഉറങ്ങിയപ്പം as Adam fell asleep and out of his sight Eve was taken. ആദാം ഉറങ്ങിയപ്പോ ഹവ്വയെ അതിൽ നിന്ന് എടുത്തതുപോലെ ജീസസ് slept upon the cross the sleep of death. മരണത്തിന്റെ ഉറക്കം കർത്താവ് ക്രൂസില് ഉറങ്ങിയപ്പോ കർത്താവിന്റെ സൈഡിൽ നിന്ന് where the spear was thrust his church was taken. ആ സഭയെ പിതാവ് അതിൽ നിന്ന് എടുക്കുമായിരുന്നു. ആ രക്തവും ജലവും ഒഴുകിയതിലൂടെയാണ് നമ്മളെല്ലാം കഴുകപ്പെട്ട് സഭയുടെ പാർട്ടായിട്ട് അങ്ങനെ അവിടെ ഒരു ഉൽപ്പത്തിയിലുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ക്രൂശിൽ നിറവേറി എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നീട് കഴിഞ്ഞ ആഴ്ച നമ്മള് ബെറിയൽ സെറമണിയെ കുറിച്ചൊക്കെ ഒത്തിരി കാണുമായിരുന്നു. കർത്താവിന് അവർക്ക് ബെറിയൽ സെറമണി നടത്താൻ ഒത്തിരി സമയമൊക്കെ കിട്ടിയായിരുന്നു. നമ്മൾ ലൂക്കോസ് 23 അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ ശരിക്കും തിടുക്കം പിടിച്ചുള്ള ഒരു ബെറിയൽ സെറമണി ആയിരുന്നു കർത്താവിന്റെ വായിക്കുന്നത്. എന്ന് വെച്ചാല് ലൂക്കോസ് 23:54 അന്ന് ഒരുക്കനാളായിരുന്നു, ശബ്ബത്തും ആരംഭിച്ചു. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഇറ്റ് വാസ് എ പ്രിപ്പറേഷൻ ഡേ ആൻഡ് ദ സബത്ത് വാസ് അബൌട്ട് ടു ബിഗിൻ എന്നുള്ളൊരു കാര്യമാണ് വായിക്കുന്നത്. അപ്പം ശബത്ത് അങ്ങ് തുടങ്ങാൻ പോവായിരുന്നു. അതിന് തൊട്ടു മുമ്പേ ഉള്ള ഒരു അല്പസമയം ഉള്ളായിരുന്നു. ശബത്ത് തുടങ്ങി കഴിഞ്ഞാൽ യഹൂദന്മാരായിരുന്നു അവരെല്ലാം, അവർക്ക് ജോലിയൊന്നും ചെയ്തുകൂടാ. അപ്പൊ അതുകൊണ്ട് അരിമത്ഥ്യ ജോസഫിനും നിക്കോദമസിനും ഒന്നും പിന്നെ കൂടുതലൊന്നും ചെയ്യാൻ യഹൂദന്മാർ അനുവദിക്കത്തുമില്ല, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തുമില്ല. അപ്പൊ ശബത്ത് അങ്ങ് ഓൾമോസ്റ്റ് തുടങ്ങാറായി. അതിന് തൊട്ടു മുമ്പാണ് ഇവര് ക്രൂസിൽ നിന്ന് എടുത്ത് കർത്താവിനെ റാപ്പ് ചെയ്ത് പൊതിഞ്ഞ് 53-ാമത്തെ വകയിൽ ലൂക്കോസ് 23:53 അത് ഇറക്കി, അതായത് കർത്താവിന്റെ ശരീരത്തെ ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ചു. അപ്പോഴത്തേക്കും ശബത്ത് അങ്ങ് ആരംഭിച്ചു. ശബത്ത് വാസ് അബൌട്ട് ടു ബിഗിൻ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെ ഇതിന്റെ തൊട്ട് മുമ്പുള്ള 51-ാമത്തെ വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ അവിടെ അരിമത്ഥ്യ ജോസഫിനെ കുറിച്ച് പറയുന്ന ഒരു വിശേഷണമുണ്ട്. അത് നമുക്ക് ആഗ്രഹിക്കത്തക്ക ഒരു നല്ല വിശേഷണം. എന്താ 51-ാമത്തെ വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നു: അരിമത്ഥ്യ എന്നൊരു യഹൂദ്യ പട്ടണക്കാരൻ, അതായത് യഹൂദന്മാരുടെ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസേഫ് എന്നൊരു മന്ത്രി, കൗൺസിൽ മെമ്പർ, ദൈവരാജ്യത്തെ കാത്തിരുന്നവനായ, ഹു വാസ് വെയിറ്റിംഗ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മൾ ഇതേ കാര്യം തന്നെ മർക്കോസ് 15:43 യോസഫിനെ കുറിച്ച് പറയുന്ന, ഈ അരിമത്ഥ്യ ജോസഫിനെ കുറിച്ച് പറയുന്ന ഒരു ടെസ്റ്റിമണി എന്ന് പറഞ്ഞാല് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ കുറിച്ച് രേഖപ്പെടുത്തുന്ന ഒരു സാക്ഷ്യം എന്താ? അദ്ദേഹം ദൈവരാജ്യത്തെ കാത്തിരുന്നവനായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം രാജാവായിരിക്കുന്നിടമാണ് ദൈവരാജ്യം. അതായത് യേശു കർത്താവ് രാജാവായിരിക്കുന്നിടമാണ് ദൈവരാജ്യം. നമ്മള് ദൈവരാജ്യത്തെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ രാജാവായിരിക്കുന്ന ഒരവസ്ഥ, അതാ ദൈവരാജ്യം. അതായത് എല്ലാ കാര്യങ്ങളും കർത്താവ് ആഗ്രഹിക്കുന്നവണ്ണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതാണ് ദൈവരാജ്യം. അപ്പൊ അങ്ങനെ നടക്കുവാണെങ്കിൽ, അതായത് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെയാണ് എന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നതെന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എന്തൊക്കെ കാണും? അതാ നീതിയും സന്തോഷവും പരിശുദ്ധാത്മാവിലുള്ള സമാധാനവും. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലുള്ള നീതിയും സന്തോഷവും സമാധാനവും ഒക്കെ എന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നു പറഞ്ഞാല് ദൈവരാജ്യം എന്ന് പറഞ്ഞാല് പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്നപ്പോഴായിരുന്നു അവരില് യഥാർത്ഥത്തിൽ ദൈവരാജ്യം
വന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ വചനത്തിൽ കാണുന്നത്. ഇപ്പം ദൈവരാജ്യത്തെ കാത്തിരുന്നവനായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ദൈവരാജ്യത്തെ ജസ്റ്റ് കാത്തിരിക്കാൻ മാത്രമല്ല, മറിച്ച് ദൈവരാജ്യം അനുഭവിക്കുന്നതിനാകാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ഈ ദൈവരാജ്യം എന്നുള്ള വാക്ക് പലർക്കും ഒരു വേഗമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പലരും അവ്യക്തമായിട്ടുള്ള ദൈവരാജ്യം അവിടെ ഇവിടാണോ അവിടാണോ. പക്ഷേ ഈ ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് മർക്കോസ് 9:1 വാക്യത്തിൽ പറയുമ്പോൾ, പിന്നെ അവൻ അവരോട്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ദൈവരാജ്യം ശക്തിയോടെ വരുന്ന ഒരു അനുഭവത്തെ കുറിച്ച് കർത്താവ് അവിടെ പറയുവാണ്. അത് എന്തിനെ കുറിച്ച് കർത്താവ് മറുരൂപമലയുടെ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം അതിന് ഈ പറഞ്ഞതിന് ശേഷമാണ് മറുരൂപമലയിലേക്ക് പോയി മറുരൂപപ്പെടുന്ന ഒരു കാര്യം. പക്ഷെ ആ കാര്യത്തെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്. അതിനിടയ്ക്ക് 6 ദിവസത്തിന് ശേഷമാണ് മറുരൂപമലയില് ഒരു മലയിൽ കർത്താവ് മറുരൂപപ്പെടുന്നത്. അപ്പം അതിനെക്കുറിച്ചല്ല അവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ 6 ദിവസത്തിനുള്ളിൽ അതിനിടയിൽ ചിലർ മരിച്ചു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. എന്നാൽ നമ്മുടെ സാഗ്ബറിന് കേട്ടിട്ടുള്ളതുപോലെ ഈ ത്രൂ ദ ബൈബിളിനകത്ത് നമ്മളത് വായിക്കുന്നുണ്ട്. ഈ മർക്കോസ് 9:1 പറയുന്ന ആ ഒരു ദൈവരാജ്യം ശക്തിയോടെ വരുന്നെന്ന് പറഞ്ഞാൽ അത് പെന്തക്കോസ്ത് നാളില് പരിശുദ്ധാത്മാവ് ശക്തിയോടെ വരുന്നൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം ദൈവരാജ്യം കാത്തിരുന്നവനായ അരമത്തെ ജോസഫ് എന്ന് പറയുമ്പോൾ അവന് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ദൈവരാജ്യം ശക്തിയോടെ വരുന്നേ? പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോഴാണ് യേശുവിന്റെ ഇഷ്ടം മാത്രം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോഴാണ് കർത്താവിന്റെ നീതിയും സമാധാനവും സ്നേഹവും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ റൈച്ചസ്നെസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, നീതിയും സമാധാനവും സന്തോഷവും ഒക്കെ പരിശുദ്ധാത്മാവിലുള്ള ആ ഒരു നീതി, കർത്താവിന്റെ ആ ഒരു നീതി, കർത്താവിന്റെ സ്വഭാവം, കർത്താവിന്റെ ആ ഒരു സമാധാനം, കർത്താവിന്റെ ആ ഒരു സന്തോഷം, അതെല്ലാം നമ്മളിൽ എപ്പോഴാണ് വന്ന് നിറയിച്ച പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്ന് നിറയുമ്പോഴപ്പം ആ ഒരു അരമത്തെ ജോസഫ് അവനും മോസ്റ്റ് പ്രോബബ്ലി നമ്മളത് എടുത്ത് അതിനകത്ത് കാണുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ 1-ാം അധ്യായത്തിലും 120-ഓളം പേര് കൂടിയിരുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പൊ അതിൽ തീർച്ചയായിട്ടും അരമത്തെ ജോസഫൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. വെച്ചാൽ ദൈവരാജ്യം കാത്തിരുന്നവനായിട്ട് പരിശുദ്ധാത്മാവ് തന്നെ മാർക്കോസിന്റെ സുവിശേഷം 15:43 ലൂക്കോസ് 23:54 ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു നീതിമാനായ ഒരു മനുഷ്യനെ കുറിച്ച് നമ്മളിവിടെ കാണുന്നത്. ഇപ്പൊ നമ്മളെ കുറിച്ചും നമ്മളും ദൈവരാജ്യം, ഇന്ന് നമ്മൾ ദൈവരാജ്യം ഇനി കാത്തിരുന്നുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇന്ന് നമ്മൾ ദൈവരാജ്യം അനുഭവിക്കുന്നവരായിട്ടാണോ, കർത്താവാണോ നമ്മുടെ ജീവിതത്തിലെ രാജാവ്? ഒരു എംപയർ, ഒരു സാമ്രാജ്യം ഉണ്ടെങ്കിൽ അതിനകത്ത് പല രാജാക്കന്മാര് കാണും. പഴയ സമയത്ത് നമ്മളുടെ ജീവിതത്തെ കാണുന്നവർക്ക് ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് അനുഭവിക്കുന്നവരായിട്ട്, ദൈവരാജ്യം അനുഭവിക്കുന്നവരായിട്ട് നമ്മൾ ആയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണേണ്ടതായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം നമ്മൾ തിരിച്ച് യോഹന്നാൻ 19 വരുമ്പം കർത്താവ് എല്ലാം നിവൃത്തിയായി എന്നൊക്കെ പറഞ്ഞു. കർത്താവ് എല്ലാം നിവൃത്തിയായല്ലോ, രക്ഷയുടെ പ്രവൃത്തിയൊക്കെ നിവൃത്തിയായി. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം പെട്ടെന്ന് അങ്ങ് സ്വർഗത്തിലേക്ക് അങ്ങ് ആരോഹണം ചെയ്താൽ മതിയല്ലോ. പിന്നെയും മറ്റു മനുഷ്യരുടെ മുമ്പാകെ ഒരു ദയനീയമായ ഒരു അവസ്ഥ പോലെ കർത്താവിന്റെ ആ ശരീരം അവിടെ ക്രൂശിൽ തന്നെ തൂങ്ങിക്കിടക്കുന്നത് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇപ്പൊ നമ്മളായിരുന്നു ദൈവത്തിന്റെ സ്ഥാനം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത്രയൊക്കെ സഹിച്ച്, ഇത്രയൊക്കെ നിവർത്തിയായി, എല്ലാം നരകാഗ്നിയൊക്കെ സഹിച്ചു, ദക്ഷിണ പ്രവൃത്തിയൊക്കെ നിവർത്തിയായി, ഇപ്പൊ പെട്ടെന്ന് കർത്താവിനെ അങ്ങ് സ്വർഗത്തിലേക്ക് അങ്ങ് ആരോഹണം ചെയ്തത്. പക്ഷെ ദൈവത്തിന്റെ വഴികളും നമ്മളുടെ വഴികളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ദൈവം അവിടെ ആ ശരീരം അവിടെ തന്നെ ഹാങ് ആയിട്ട് കിടക്കാനും പിന്നെ അരമത്തെ ജോസഫ് ഒന്ന് ചോദിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഒക്കെ ഇടയായി. പിന്നെ ഒരു കർത്താവിന്റെ ഒരു ബെറിയലിന്റെ കാര്യവും, ബെറിയലിന്റെ ഒരു സിഗ്നിഫിക്കൻസിന്റെ ഒരു ആസ്പെക്ട് രണ്ട് ആസ്പെക്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. ഒന്ന് കൊരിന്ത്യർ 15:3-4 വാക്യങ്ങൾ നമ്മൾ കണ്ടു. സുവിശേഷം പറയുമ്പോൾ തന്നെ യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു എന്ന് പറയുന്ന സുവിശേഷത്തിന്റെ ഒരു പ്രധാന ഭാഗമായിട്ട് തന്നെ പ്രസ്താവിക്കപ്പെടുന്നതായിട്ട് നമ്മളവിടെ 1 കൊരിന്ത്യർ 15:3-4 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. പിന്നെ കർത്താവിനെ കുറിച്ചുള്ള ഒരു പ്രവചന നിവൃത്തിയായിരുന്നു ആ ബെറിയൽ. എവിടെ നമ്മുടെ യെശയ്യാവ് 53:9 വാക്യം കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. They made his grave with the wicked. He was with the rich in his death. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നരോടുകൂടി ആയിരുന്നു എന്നുള്ള ആ ഒരു യെശയ്യാവ് 53:9 ആ ഒരു പ്രവചനത്തിന്റെ ഒരു നിവൃത്തിയും കൂടെ ആയിരുന്നു. യെശയ്യാവ് 53:9 നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് പ്രിപ്പയറായിട്ട് കണ്ടതാ. അവൻ സാഹസമൊന്നും ചെയ്യാതെ അവന്റെ വായിൽ അതിന്റെ ലാറ്റപ്പാട്ടില് അവന് ദുഷ്ടന്മാരോടുകൂടി ശവക്കുഴി കൊടുത്തു. ദുഷ്ടന്മാര് 2 കള്ളന്മാര് കൂടെ ഉണ്ടായിരുന്നു.
എന്ന് അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടിയായിരുന്നു. അരിമത്ഥ്യ ജോസഫും നിക്കോദമസും ഒക്കെ വളരെ സമ്പന്നരായിരുന്നു. ജോസഫിന്റെ തന്നെ ടൂംബാണ്, ആ കല്ലറയാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ സുവിശേഷങ്ങളിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വായിച്ചായിരുന്നു. അപ്പം കർത്താവിന്റെ ആ ഒരു ബറിയൽ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉള്ളതായിട്ട് നമ്മൾ അവിടെ കാണുന്നു. ഒന്നിപ്പം നമ്മൾ 1 കൊരിന്ത്യർ 15 സുവിശേഷത്തിൽ തന്നെ ആ ഒരു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ ഒരു പ്രസ്താവന നമ്മുടെ വചനത്തിൽ കാണുന്നുണ്ട്. യെശയ്യാ 53:5 ആ പ്രവചന നിവൃത്തി നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കർത്താവ് തന്നെ പറഞ്ഞൊരു പ്രവചനമുണ്ട്. കർത്താവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞ മത്തായി 12-ാം അധ്യായത്തില് യോനയുടെ അടയാളത്തെ കുറിച്ച് പറയുമ്പോഴും എന്താ അവിടെ കർത്താവ് ഭൂമിയുടെ ഉള്ളില് 3 നാള് 3 രാവും 3 പകലും ആയിരിക്കണം എന്നുള്ളൊരു കാര്യം നമ്മളവിടെ മത്തായി 12-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അത് കർത്താവിന്റെ ആ ഒരു ടു ബി ബറീഡ് അവേ ഫോർ 3 days. അതിനുശേഷമാണ് കർത്താവും മരിച്ചു എല്ലാം നിവൃത്തിയായി, ഇനിയിപ്പം പെട്ടെന്ന് അങ്ങ് ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റാൽ മതിയല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ 3 രാവും 3 പകലും കർത്താവ് അവിടെ ശവക്കല്ലറയിലായിരുന്നു. കർത്താവിന്റെ ശരീരം ശവക്കല്ലറയിലായിരുന്നു. എന്നാൽ കർത്താവിന്റെ ആത്മാവും ദേഹിയും അത് ഭൂമിയുടെ അന്തരംഗത്തിലേക്ക് പോയി, അതായത് ആ പാതാളത്തിലേക്ക് പോയി. അവിടെ കർത്താവ് എന്താ ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. നമുക്ക് അത് ആ കാര്യത്തിലേക്ക് വരാം. അപ്പൊ അങ്ങനെ ആ ഒരു കർത്താവിന്റെ തന്നെ എന്നെ വാക്യങ്ങളുടെ പ്രവചനത്തിന്റെ ഒരു നിവൃത്തിയും കൂടായിരുന്നു യോനയെ കുറിച്ച് താരതമ്യം ചെയ്ത് പറഞ്ഞ ആ ഒരു പ്രവചനത്തിന് മത്തായി 12-ന്റെ 40-ാമത്തെ വാക്യത്തിൽ പ്രവചനത്തിന് നിവൃത്തിയായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ, മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചു, മരിച്ചു ഉടനെയൊക്കെ ഉയർത്തെഴുന്നേറ്റാ പോരായിരുന്നു. പക്ഷെ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിട്ട് തന്നെ ആൾക്കാർ എന്തെല്ലാം കള്ളക്കഥ പറഞ്ഞു, യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ലായിരുന്നു, ഇപ്പം തന്നെ നമ്മള് അങ്ങനെയൊക്കെ പറയുന്ന ഓരോ പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ യഥാർത്ഥത്തിൽ മരിച്ചില്ലായിരുന്നു, മരിക്കുന്നതിന് മുമ്പേ അങ്ങ് എന്തോ അങ്ങനെ. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ കർത്താവ് യഥാർത്ഥത്തിൽ മരിച്ചു എന്നുള്ളതിന്റെ ഒരു വലിയൊരു പ്രൂഫ് കൂടായിരുന്നു ആ അടക്കപ്പെട്ടു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് എന്നുള്ള കാര്യം. അപ്പൊ ആരെങ്കിലും ചെന്ന് അരിമത്ഥ്യ ജോസഫിനോടോ നിക്കോദമസിനോടോ ചെന്ന് കർത്താവ് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോയി പണി നോക്കി, ഞങ്ങളല്ലേ കണ്ടത്, മരിച്ച ശരീരത്തെ ഞങ്ങളല്ലേ അടക്കം ചെയ്തെന്നുള്ള കാര്യം ദൃക്സാക്ഷികളായിട്ട് ആ അരിമത്ഥ്യ ജോസഫ് നിക്കോദമസും ഒക്കെ. അപ്പൊ കർത്താവ് യഥാർത്ഥത്തിൽ മരിച്ചു എന്നുള്ളതിന്റെ വലിയൊരു ഡെമോൺസ്ട്രേഷൻ കൂടെ ആയിരുന്നു ആ ഒരു ബറിയൽ, അവിടെ കല്ലറയിൽ കർത്താവിനെ അടക്കി എന്നുള്ളൊരു കാര്യം. പിന്നെ വേറൊരു പ്രവചനം സങ്കീർത്തനം 16-ാമത്തെ സങ്കീർത്തനം. നമുക്കറിയാം 16-ാം സങ്കീർത്തനം നമ്മളുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. നമ്മളെപ്പോഴും പറയുന്ന വാക്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. 8-11 വാക്യങ്ങൾ നമ്മൾ സാധാരണ കോട്ട് ചെയ്യാറുള്ളത്. കർത്താവ് നമ്മുടെ വലതുഭാഗത്തുള്ളതുകൊണ്ട് നമ്മൾ കുലുങ്ങി പോകത്തില്ലെന്ന് 16-ന്റെ 8 നമ്മൾ വായിക്കും. അത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2:25 ഉണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട്. പിന്നെ സങ്കീർത്തനം 16-ന്റെ 11 കർത്താവിന്റെ സന്നിധിയിലാണ് സന്തോഷത്തിന്റെ പരിപൂർണത എന്നുള്ള വാക്യമൊക്കെ നമ്മൾ എപ്പോഴും വായിക്കുക. അതിന്റെ തൊട്ട് മുമ്പ് പറയുന്ന ഒരു വാക്യമുണ്ട്. സങ്കീർത്തനം 16-ാം സങ്കീർത്തനം, ദാവീദിന്റെ മെസ്സിയെ കുറിച്ച് പറയുന്ന മെസ്സിയാനിക് സാമായിട്ടുള്ള ഈ 16-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യത്തില്, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. അതായത് കർത്താവിന്റെ ശരീരം ദ്രവത്വം കണ്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ, അതങ്ങ് അഴുകിപ്പോയില്ല. സ്പൈസസ് വെച്ച് അതുകൊണ്ട് അത് അത്രയും വലിയ 45 കിലോയോളം ഉള്ള സ്പൈസസ് നിക്കോദമസ് കൊണ്ടുവന്ന് കർത്താവിന്റെ ശരീരത്തെ അടക്കം ചെയ്തു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ശരീരത്തിന് ദ്രവത്വം കാണാന് ദൈവം അനുവദിച്ചില്ല എന്നുള്ളൊരു പ്രവചനത്തിന്റെ 16-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യത്തിന്റെ ഒരു പ്രവചന നിവൃത്തിയും കൂടെ ആയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെ ഈ ഒരു ബറിയല് അരിമത്ഥ്യ ജോസഫിനും നിക്കോദമസിനും ഒക്കെ കർത്താവിനോടുള്ള തങ്ങളുടെ ആ ഒരു ബന്ധവും തങ്ങളുടെ ആ ഒരു കൂറും തങ്ങളുടെ ആ മമതയും പ്രതിബദ്ധതയൊക്കെ ഉയർത്തി കാണിക്കുവാനും കർത്താവിന്റെ സാക്ഷികളായിട്ട് ഉയർത്തെഴുന്നേൽക്കുക. കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പേ അതുവരെ ഇങ്ങനെ രഹസ്യത്തിലായിരുന്ന ഈ ശിഷ്യന്മാര് പരസ്യ ശിഷ്യന്മാരാവുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആരിൽ നടന്നു? അരിമത്ഥ്യ ജോസഫിലും നിക്കോദമസിലും നടന്നു. അപ്പൊ ആ ഒരു ബറിയലിന് അങ്ങനെ ഒരു സിഗ്നിഫിക്കൻസ് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് കർത്താവ് ഈ ബറിയലിലും ആ ഒരു 3 നാള് കർത്താവ് ഈ ഭൂമിക്കുള്ളിലായിരുന്നു എന്നുള്ളതൊക്കെ
കർത്താവ് പാപത്തെ മാത്രമല്ല മരണത്തെയും ജയിച്ചു. കർത്താവ് യഥാർത്ഥത്തിൽ മരിച്ചു, അതുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ മരണത്തെയും ജയിച്ചു എന്നുള്ളതിന്റെ ഒരു കർത്താവിന്റെ ആ എം ടി ടൂം, നമ്മളിപ്പോഴും പാടുന്ന പോലെ തന്നെ എം ടി ടൂം ഇസ് there to prove my savior lives. ആ ഒഴിഞ്ഞ കല്ലറ, ഇന്ന് ഒരു ഒഴിഞ്ഞ കല്ലറ യെരുശലേമിലുണ്ട്. അപ്പൊ ആ ഒഴിഞ്ഞ കല്ലറ, കർത്താവ് ഇപ്പൊ കല്ലറയിൽ അടക്കപ്പെട്ടില്ലായിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഒഴിഞ്ഞ കല്ലറ ഇന്ന് നമുക്ക് ഉണ്ടെന്ന് നമുക്ക് പാടാൻ പറ്റുമായിരുന്നില്ല. അപ്പം അതിന്റെ പല 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 ആസ്പെക്ട്സ്, പല പല ബൈബിൾ പഠിതാക്കൾ എഴുതി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഞാനിങ്ങനെ കളക്ട് ചെയ്ത് ജസ്റ്റ് എല്ലാവരുടെയും ബെനിഫിറ്റിനായിട്ട് വായിക്കും. അപ്പം ആ അതിന്റെ വേറൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞാല് ഒരു ഒഴിഞ്ഞ കല്ലറ ഇന്നും കർത്താവ് പാപത്തെ മാത്രമല്ല മരണത്തെയും കീഴടക്കിയിരിക്കുന്നു. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള മരണം എന്നൊക്കെ നമ്മളിവിടെ 1 Corinthians 15 അങ്ങനെ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 1 Corinthians 15 ദ ഗ്രേറ്റസ്റ്റ് എനിമി ആയിട്ടുള്ള ആ ഒരു ഡെത്തിനെയും ദ ലാസ്റ്റ് എനിമി ദാറ്റ് വിൽ ബി അബോളിഷ്ഡ് ഇസ് ഡെത്ത് എന്ന് നമ്മളവിടെ അതിന്റെ 26-ാമത്തെ 1 Corinthians 15:26 ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. അപ്പൊ കർത്താവിന്റെ പുനരുത്ഥാനം എന്ന് പറയുന്നതിൽ വലിയ വലിയ ആത്മീയമായിട്ടുള്ള വലിയ വലിയ സിഗ്നിഫിക്കൻസ്, വളരെ ഇമ്പോർട്ടൻസ് ഉള്ള, പ്രാധാന്യമുള്ള, മഹത്വപരമായ പല ആഴത്തിലുള്ള പല വളരെ തിയോളജിക്കലി ദൈവശാസ്ത്രപരമായിട്ടുള്ള വലിയ ആഴത്തിലുള്ള അർത്ഥമുള്ള ഒരു കാര്യമാണ് കർത്താവിന്റെ അടക്കവും ഉയർത്തെഴുന്നേൽപ്പും. കർത്താവിന്റെ ആ ഒഴിഞ്ഞ കല്ലറ, കർത്താവ് പാപത്തെ മാത്രമല്ല മരണത്തെയും കീഴടക്കി എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ദൈവമക്കൾക്ക് മരിക്കാൻ ഭയം വേണ്ടാത്തത്. എന്ന് വെച്ചാൽ കർത്താവിന്റെ സമയത്ത് കർത്താവ് എന്റെ നാമോഹത്വത്തിനായിട്ട്, അതല്ലേ പൗലോസ് പറയുന്നത്, ഞാൻ ജീവിച്ചാലും മരിച്ചാലും എന്നിലൂടെ കർത്താവിന്റെ നാമം മോഹത്തപ്പെടണമെന്നേ ഉള്ളൂ. നമുക്കറിയാം വാക്യം, ഫിലിപ്പിയർ 1:20 വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നേ? വെദർ ത്രൂ ഡെത്ത് ഓർ ബൈ ലൈഫ് ദാറ്റ് ക്രൈസ്റ്റ് ജീസസ് ഷുഡ് ബി ഗ്ലോറിഫൈഡ്. അതാണ് ഇങ്ങനെ അതിന്റെ 20, 21, 21 വാക്യം നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടെ പരിചിതമായിരിക്കും. ഫിലിപ്പിയർ 1:20 വാക്യം, അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഇനിയിപ്പോ അഥവാ മരിച്ചാൽ അത് ലാഭമാണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ക്രിസ്തുവിന്റെ കൂടെ അങ്ങ് ചെല്ലാം. ഇനിയിപ്പോ ഇവിടെ ജീവിക്കുവാണെങ്കിലും കർത്താവാണ് എന്നിൽ ജീവിക്കുന്നത്, മരിക്കുവാണെങ്കിലും ലാഭമാണ്. ഇന്ന് പലപ്പോഴും വിശ്വാസികൾ പേരെ തിരിച്ചാ പറയുന്നത് ആരോ രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്കിന്ന് ജീവിക്കുന്നത് ലാഭം, മരിക്കുന്നത് ക്രിസ്തു എന്ന് പറഞ്ഞാൽ ജീവിക്കുമ്പോൾ മാക്സിമം ലാഭമൊക്കെ ഇവിടുന്ന് വാങ്ങിക്കണം, ലാഭമൊക്കെ ഇവിടുന്ന് നേടാൻ നോക്കണം. മരിക്കുമ്പോൾ പിന്നെ എന്തായാലും ക്രിസ്തുവിന്റെ കൂടെ അങ്ങനെ പോവുകയും ചെയ്യണം. അവിടെ ഇവിടെ സുഖമായിട്ട് പൗലോസ് നേരെ തിരിച്ചു പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭം എന്ന് വെച്ചാൽ ഞാൻ ക്രിസ്തുവിനോട് കൂടെ അങ്ങ് ചേരാൻ പോവുക എന്നുള്ള ഒരു കാര്യം. അപ്പൊ അങ്ങനെ ആ ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ ഒരു 1 പത്രോസ് 3-ാം കർത്താവ് മരിച്ച് 3-ാം നാള് ഉയർത്തെഴുന്നേറ്റ്. ഈ 3 ദിവസം കർത്താവ് ബോറടിച്ചിരുന്നോ? എന്ത് ചെയ്തു? നമ്മള് എന്ത് കർത്താവിന് ആ സമയത്ത് 3 ദിവസം ഹോളിഡേ ട്രിപ്പ് ആയിരുന്നു. 1 പത്രോസ് 3-ാം 18-ാമത്തെ വാക്യത്തില് ഇങ്ങനെ നമ്മൾ വായിക്കുന്നേ, 1 പത്രോസ് 3-ാം ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന്, അപ്പം കർത്താവ് മരിച്ചതിന് ശേഷം, കർത്താവ് മരിച്ചപ്പം ആ 3 ദിവസവും കർത്താവിന്റെ ശരീരം എവിടെ ഉണ്ടായിരുന്നു? ആ കല്ലറയിൽ തന്നെ ഉണ്ടായിരുന്നു. കല്ലറയില അടക്കപ്പെട്ട കല്ലറയിൽ തന്നെ ശരീരം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിന്റെ ആത്മാവും ദേഹിയും, അതാ നമ്മളിവിടെ ആത്മാവും ദേഹിയും എവിടെ ചെന്നു? അതാ നമ്മളിവിടെ 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയത്ത് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അപ്പൊ നോഹയുടെ കാലത്ത് ദൈവദൂതന്മാര് മനുഷ്യ സ്ത്രീകളുമായിട്ട് പരിഗ്രഹിച്ച കാര്യമൊക്കെ നമ്മള് ജെനസിസ് ഉൽപ്പത്തി 6-ാം വായിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ക്ലേശകരമായിട്ടുള്ള പാപങ്ങള്, അതായത് ദൂതന്മാര് മനുഷ്യരിലേക്ക് കടന്നിട്ട് അങ്ങനെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര മ്ലേച്ഛകരമായിട്ടുള്ള പല പാപങ്ങളെ കുറിച്ചൊക്കെ നമ്മളിവിടെ ഉൽപ്പത്തി 6-ാം വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ശിക്ഷാവിധിക്കായിട്ട് ദൈവം വെച്ചിരിക്കുന്ന, അതാണ് നമ്മൾ വായിക്കുന്നത്, സ്പിരിറ്റ്സ് നൗ ഇൻ പ്രിസൺ എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അതാ ഹി വെന്റ് and made proclamation to the spirits now in prison who once were disobedient when the patience of God kept waiting in the days of Noah during the construction of the ark എന്നുള്ളൊരു കാര്യം നമ്മൾ, അപ്പൊ ആ നോഹയുടെ കാലത്ത് ദൈവം ദീർഘക്ഷമയോടെ
ഇവരെ അവിടെ പ്രസിഡന്റിൽ തടവിലാക്കി വെച്ചിരിക്കുന്ന ചില ആത്മാക്കൾ. അതിന്റെ വലിയ വലിയ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. അത് നിത്യതയിൽ നമ്മൾ ചെല്ലുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വചനത്തിൽ പറഞ്ഞിട്ടുള്ള ചെറിയ ഒരു സൂചനകൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പൊ കർത്താവ് ഈ സമയത്ത് കർത്താവ് മരിച്ചതിന് ശേഷം ഈ ആത്മാക്കളോട് ചെന്ന് പ്രസംഗിച്ചതായിട്ട് നമ്മൾ അവിടെ കാണുന്നത്. അത് മാത്രമല്ല, കർത്താവ് എന്താ നമ്മളിവിടെ വായിക്കുന്നേ, കർത്താവ് അതുവരെ വിശ്വസ്തരായിരുന്ന ആത്മാക്കളെയും കൊണ്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയതായിട്ടുള്ള ഒരു കാര്യം കൂടെ നമ്മളിവിടെ കാണുന്നുണ്ട്. നമ്മൾ എഫേസ്യർ 4-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കർത്താവിന്റെ സ്വർഗാരോഹണത്തില് കർത്താവ് അതുവരെ തടവിലായിരുന്ന കർത്താവിന്റെ സ്വർഗാരോഹണത്തോടുകൂടി പറുദീസ, അതുവരെ ഭൂമിയുടെ അന്തരംഗത്തിൽ ഉണ്ടായിരുന്ന പറുദീസ ഇപ്പോ ആയിരിക്കുന്ന 3-ാം സ്വർഗത്തിലേക്ക് കർത്താവ് എടുത്തുകൊണ്ട് പോയി എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ വായിക്കുന്നത്. വെച്ചാൽ ഇന്നും നീ എന്റെ കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് കർത്താവ് മരിച്ച ഒരു കള്ളനോട് പറഞ്ഞപ്പോ കർത്താവ് ഭൂമിയുടെ അന്തരംഗത്തിലായിരിക്കും എന്നും പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം പറുദീസ അന്ന് ഭൂമിയുടെ അന്തരംഗത്തിലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ആ 2 വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ കർത്താവ് അവിടെയുള്ള നീതിമാന്മാരായിട്ടുള്ള കർത്താവിൽ യഹോവയിലുള്ള വിശ്വാസത്തിൽ മരിച്ചവരായിട്ടുള്ള ആത്മാക്കളെയും കൂടെ കൊണ്ട് കർത്താവ് സ്വർഗത്തിലേക്ക് അസെൻഡ് ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ എഫേസ്യർ 4-ാം അധ്യായത്തില് അവിടെ അങ്ങനെ അസെൻഡ് ചെയ്യുമ്പോൾ കർത്താവ് ഗിഫ്റ്റ്സ് ആയിട്ട്, സമ്മാനങ്ങളായിട്ട് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ നൽകി എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അത് നമ്മള് അതായത് അതിന്റെ 8-ാമത്തെ വാക്യം എഫേസ്യർ 4:8, അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. അത് സങ്കീർത്തനം 68-ന്റെ 18-ാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് പറയുവാണ്, അവിടെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ആ ദാനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ 11-ാമത്തെ ഭാഗത്തില് അപ്പോസ്തലന്മാരെ ചിലരെ അപ്പോസ്തലന്മാരായിട്ടും ചിലരെ പ്രവാചകന്മാരായിട്ടും ചിലരെ സുവിശേഷകന്മാരായിട്ടും ചിലരെ ഇടയന്മാരായിട്ടും ചിലർ ഉപദേശകന്മാരുമായിട്ടൊക്കെയുള്ള ദൈവത്തിന്റെ ഗിഫ്റ്റ്സ്, പരിശുദ്ധാത്മാവിന്റെ വരം, ആ ദാനങ്ങളെ കൊടുത്ത കാര്യമാണെന്ന പൗലോസ് അവിടെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അപ്പൊ അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അതാ കർത്താവ് മരിച്ചപ്പം ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോ അത് കഴിഞ്ഞിട്ട് അതിന്റെ 10-ാമത്തെ വാക്യം, ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. കർത്താവ് ഏറ്റവും ഭൂമിയുടെ അധോലോകത്തേക്ക്, അധോഭാഗങ്ങളിലേക്ക് പോയി. അത് ഒരു ബദ്ധന്മാരായിരുന്ന കർത്താവിൽ മരിച്ചവരായിരുന്നവരെ, കർത്താവിൽ മരിച്ചവരെന്ന് വെച്ചാൽ അതുവരെ പഴയ നിയമത്തില് യഹോവയിലുള്ള വിശ്വാസത്തില് കുഞ്ഞാടിന്റെ രക്തത്താല് മറയ്ക്കപ്പെട്ടവരായിരുന്ന നീതിമാന്മാരായിരുന്ന പഴയ നിയമ വിശ്വാസികളെല്ലാം കൂടെ കർത്താവ് കർത്താവ് ഉയരത്തിലേക്ക് കയറി. പിന്നീട് നമ്മൾ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തില് പറുദീസയിലോട്ട് പൗലോസ് എടുക്കപ്പെടുന്നത് വായിക്കുമ്പോൾ പൗലോസ് കീഴോട്ട് പോയതായിട്ടല്ല വായിക്കുന്നത്, മേലോട്ട് പോയതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം പറുദീസ എവിടെ ഇപ്പൊ ഉള്ളത്? ഇപ്പൊ അങ്ങ് 3-ാം സ്വർഗത്തിലാണ് ഉള്ളത്. ഭൂമിയുടെ അന്തർഭാഗത്തായിരുന്നു കർത്താവിന്റെ ആരോഹണം, സ്വർഗാരോഹണം വരെ. എന്നാൽ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തില് അതിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഹി വാസ് കോട്ട് അപ് ടു ദ ഹെവൻ, അല്ലാതെ കോട്ട് ഡൗൺ ടു ദ ഹെവൻ എന്നല്ല നമ്മൾ വായിക്കുന്നത്. അവന് ഉയരത്തിലേക്ക് എടുക്കപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നത്. അപ്പം കർത്താവിന്റെ മരിച്ചതിന് ശേഷം പുനരുദ്ധാനം വരെയുള്ള ഒരു സമയത്ത് കർത്താവ് ഈ ഒരു തടവിലാക്കപ്പെട്ട ആത്മാക്കളോട് പ്രസംഗിച്ചതായിട്ടും അവർക്ക് വരാനിരിക്കുന്ന ന്യായവിധിയെ കുറിച്ച് അവരോട് പറഞ്ഞതായിട്ടും, പിന്നീട് കർത്താവ് ഈ കർത്താവില്, അതായത് യഹോവയില് വിശ്വാസത്തോടെ മരിച്ച പഴയ നിയമ വിശ്വാസികളെയൊക്കെ അതായത് അന്ന് അതുവരെ പാതാളത്തിന് 2 സെക്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് പാരഡൈസ് സെക്ഷൻ ഉണ്ടായിരുന്നു, ഹെൽ സെക്ഷൻ ഉണ്ടായിരുന്നു. നരകത്തിന്റെ ഒരു പാർട്ട് ഉണ്ടായിരുന്നു. നമ്മളത് നമ്മുടെ ഗുഡ് ഫൗണ്ടേഷൻ, നല്ല അസ്ഥിവാരം, ഇതിന് പറയുന്നത് നല്ല അടിസ്ഥാനം, നല്ല ഇളകാത്ത അടിസ്ഥാനം എന്നുള്ള നമ്മുടെ സാക്ബറിന്റെ പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോഴും ആ കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. അതുവരെ പാതാളത്തിന്, ഹേഡീസിന് 2 സെക്ഷൻ ഉണ്ടായിരുന്നു. പാരഡൈസും ഉണ്ടായിരുന്നു, ഹെല്ലും ഉണ്ടായിരുന്നു, നരകവും ഉണ്ടായിരുന്നു. എന്ന് പുനരുദ്ധാനം കഴിഞ്ഞ് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ഈ പാരഡൈസ് സെക്ഷനും കൂടെ കർത്താവ് അങ്ങ് ഉയരത്തിലേക്ക് കൊണ്ടുപോയി. ഹെൽ സെക്ഷൻ
നരകം ഇപ്പോഴും ഭൂമിയുടെ അധോഭാഗത്ത് തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ വചനത്തിൽ നിന്ന് കാര്യങ്ങൾ, നമ്മളുടേതായ എന്തെങ്കിലും ഊഹാപോഹങ്ങളിൽ നിന്ന് പറയുന്ന കാര്യങ്ങളല്ല. വചനം നമ്മൾ ആഴത്തില് പല പല കാര്യങ്ങൾ നമ്മളെ അത് ആഴത്തില് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളത് ഇങ്ങനെ ഒരു വാക്യം ഉണ്ടല്ലോ, സദൃശവാക്യം, നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ ഇത്രയും കൂലങ്കഷമായിട്ടൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ സദൃശവാക്യം 25 ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്. കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം, കാര്യം ആരായുന്നതും രാജാക്കന്മാരുടെ മഹത്വം. ദൈവം നമ്മളെ രാജകീയ പുരോഹിത വർഗമായിട്ട് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പം ദൈവം ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്ന ആ വചനത്തിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ, ചില കാര്യങ്ങൾ ഓഫ്കോഴ്സ് മറഞ്ഞിരിക്കുന്ന യഹോവയ്ക്കുള്ളത് എന്നുള്ളത് നമ്മൾ അവിടെ ഡിട്രോണമിയിൽ വായിക്കുന്ന, ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 29 എന്ന ചില കാര്യങ്ങൾ ദൈവം നമ്മളത് വചനം നമ്മൾ അവിടെ ഇവിടെയും കമ്പയർ ചെയ്ത് അത് കാര്യങ്ങൾ അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കണം ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം അത് രാജാക്കന്മാരുടെ മഹത്വം, നമ്മളെ ദൈവം രാജകീയ പുരോഹിത വർഗമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കാര്യങ്ങള് അറിയുമ്പോൾ അത് വചനം എത്രമാത്രം എക്സാക്ട് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്ന നമുക്കറിയാം. സാങ്ക്ലൂർ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ബ്രദർ വചനം ഈ നേവിയിലായിരുന്ന സമയത്ത് വചനം വളരെ നന്നായിട്ട് ആഴത്തിൽ പഠിക്കാൻ ബ്രദറിനെ ഉത്സാഹിപ്പിച്ചത്, ബ്രദറിന് കാരണമായി തീർന്നത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ഓഫീസറോ മറ്റായിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വെച്ചാൽ പുള്ളി ക്രിസ്ത്യാനായതുകൊണ്ടല്ല, പുള്ളി ചോദിച്ചു, നിങ്ങളുടെ ബൈബിളില് യോനയുടെ അടയാളം പോലെ 3 രാവും 3 പകലും ആണല്ലോ, അപ്പം പിന്നെ നിങ്ങൾ വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടെന്ന് പറയുന്നത്, അപ്പം പിന്നെ 3 രാവും 3 പകലും എങ്ങനെ ആവും എന്നുള്ള കാര്യം ബ്രദറിനോട് ചോദിച്ചു. അപ്പം ബ്രദറിന് അപ്പൊ ആ സമയത്ത് വേറെ അവിടെ 21-22 വയസ്സെങ്ങാനും കാണും. ആ സമയത്ത് ബ്രദറിന് അത് ഉത്തരം അറിയത്തില്ലായിരുന്നു. അപ്പം പിന്നെ തീരുമാനിച്ചു, ഇനി എന്നോട് ആര് ബൈബിളിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് അതിന്റെ ഉത്തരം അറിയണം എന്ന് പറഞ്ഞ് അങ്ങനെ വേറെ അത് ബ്രദറിന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഏതോ പ്രസംഗത്തിലാണോ ഏതോ ഒരു പുസ്തകത്തിൽ ഞാൻ കേൾക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അതിലൂടെ വചനം കൂടുതൽ ആഴത്തിൽ പഠിക്കാനായിട്ട് തന്നെ ഒരു പ്രേരകമായി നമ്മൾ വായിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം നമ്മളവിടെ കാര്യമൊക്കെ നമ്മൾ ചിന്തിച്ചത് ഈ ഒരു കുറച്ചുകൂടെ ആഴത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വചനം നമുക്ക് ഉള്ള റിസോഴ്സസ് ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ വിശ്വാസത്തിനെ അതൊരു ബോധപരമായിട്ട് ആരെങ്കിലും ഒക്കെ നമുക്ക് ചോദിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കും. ഇനി പറയത്തില്ലെങ്കിൽ പോലും നമ്മൾ നിരാശപ്പെട്ട കാര്യമില്ല, അറിയാവുന്നവരോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് നമുക്ക് അവരോട് ഒരു കാര്യം ഒരു പീരീഡ് ഒരു സമയം ചോദിച്ച് നമുക്ക് അവർക്ക് ഉത്തരം കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഉത്തരവില്ലാത്തതായിട്ടൊന്നും നമ്മുടെ എല്ലാ പ്രശ്നത്തിനും എല്ലാത്തിനും ഉത്തരം ദൈവത്തിന്റെ വചനത്തിലുണ്ട്. പിന്നെ ദൈവം എല്ലാം വെളിപ്പെടുത്തിയിട്ടില്ല, ചില കാര്യങ്ങളൊക്കെ ദൈവം മറഞ്ഞിരിക്കുന്നതായിട്ട് ചില കാര്യങ്ങളുണ്ട്. എന്നാൽ അറിയാവുന്ന വചനത്തെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള കാര്യം ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ ഈ കർത്താവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് പറയും നമ്മൾ യോഹന്നാൻ 20 ഞാൻ ജസ്റ്റ് ഒന്ന് കിടക്കുന്നതിന് മുമ്പായിട്ട്, കർത്താവിന്റെ ക്രൂശ് മരണം ഇത്രയും വലിയൊരു ക്രൂശ് മരണം, യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു എന്നുള്ളത് ബൈബിളിൽ മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു ചരിത്ര സത്യമാണോ, അതോ ബാക്കി അതേ സമയത്ത് 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട് എത്രയോ വലിയ വലിയ ചരിത്രകാരന്മാരൊക്കെ കാണും. അപ്പൊ അവരൊക്കെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും എഴുതിയിട്ടുണ്ട്. നമ്മള് അതിന്റെ ഒരു 4 റെഫറൻസസ് ഇങ്ങനെ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അതായത് AD 73 AD 30 കർത്താവ് ക്രൂശിക്കപ്പെടുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. BC 4 കർത്താവ് ജനിച്ചു, AD 30 കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്നൊക്കെയാണ് നമ്മള് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. AD 73 മാറാസ് ബാർ സെറാപ്പിയോൺ എന്ന് പറഞ്ഞ ഒരാള് അദ്ദേഹത്തിന്റെ മകനെ കത്തെഴുതുമ്പോൾ ഈ യേശുവിന്റെ മരണത്തെക്കുറിച്ച് കർത്താവിന്റെ മരണത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട്, ക്രൂശിലുള്ള കർത്താവിന്റെ മരണത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മാറാ ബാർ സെറാപ്പിയോൺ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകന് കത്തെഴുതുമ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം. പിന്നെ കുറച്ചുകൂടി ഫേമസ് ആയിട്ടുള്ള ഒരു പേരുണ്ട്, ജോസഫസ് എന്ന് പറയുന്ന ഒരു യഹൂദന്മാരുടെ ഒരു ചരിത്രകാരന്മാര്. കർത്താവിനെ വിശ്വസിച്ചവര് ക്രിസ്ത്യാനികളായി തീർന്നു. എന്നാൽ വീണ്ടും യഹൂദന്മാരായിട്ട് തുടർന്ന ആൾക്കാരുണ്ട്. അതിൽ ജോസഫസ് എന്ന് പറയുന്ന വലിയൊരു ചരിത്രകാരനായിട്ട് യഹൂദന്മാരെ തന്നെ അംഗീകരിക്കുന്ന വലിയൊരു ചരിത്രകാരനാണ് ജോസഫസ്. ആ ജോസഫസ് AD 90 യേശുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ റോമൻ ഗവൺമെന്റ് ആണ് അന്ന് ഇസ്രായേൽ ഭരിച്ചിരുന്നത്. ആ റോമൻ ചരിത്രകാരനായിട്ടുള്ള ടാസിറ്റസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ, അദ്ദേഹം ഫേമസ്. ജോസഫസും ടാസിറ്റസും ഒക്കെ വളരെ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്നവർ, ഇപ്പം കുറച്ചുകൂടെ ഹിസ്റ്ററി ഒക്കെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ
അവർക്കൊക്കെ അറിയാവുന്ന പേരുകളെ ജോസഫസ്, ടാസിറ്റസ് എന്ന് പറയുന്ന പേരുകളൊക്കെ. ഈ ടാസിറ്റസ് AD 110 മുതൽ 120 വരെയുള്ള തന്റെ രേഖകളിലും യേശുവിന്റെ, റോമൻ ചരിത്രകാരനായ ടാസിറ്റസും തന്റെ യേശുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ ബാബിലോണിയൻ തൽമൂദിലും AD 200 എഴുതപ്പെട്ട ബാബിലോണിയൻ തൽമൂദിലും ഈ ഒരു യേശുവിന്റെ ക്രൂശ് മരണം പ്രതിപാദിച്ചിട്ടുള്ളതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് യോഹന 20-ാം അധ്യായത്തിലേക്ക് പോകാം. അപ്പൊ ഈ കാര്യങ്ങള് യോഹന 19-ാം അധ്യായം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ കൂടെയൊക്കെ ഒന്ന് കാര്യങ്ങള് എനിക്ക് ഉത്സാഹിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ കാര്യങ്ങളെല്ലാം ഒന്ന് ഓടിച്ച് പറഞ്ഞ് യോഹന 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും യോഹന 20-ാം അധ്യായം പലപ്പോഴായിട്ട് എസ്പെഷ്യലി ആ ഒരു ഈസ്റ്ററിന്റെ ഒക്കെ സമയത്ത് പല സൺഡേസിലൊക്കെ നമ്മൾ ഈ പോർഷൻ ചിന്തിച്ചിട്ടുണ്ട്. വളരെ ഹൃദ്യമായിട്ടൊരു പോർഷനാണ്, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പോർഷൻ. എന്നാൽ ആ പോർഷനെ ഫ്രഷ് ആയിട്ട് നമുക്ക് വായിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ ആ ഒരു സ്നേഹത്തെയും മറിയയുടെ ഭക്തിയെയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുമല്ലോ. യോഹന 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ മഗ്ദലക്കാരി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറ വായ്ക്കൽ നിന്ന് കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു എന്നുള്ളൊരു കാര്യം നമ്മളോട് വായിക്കുന്നത്. ആഴ്ചവട്ടത്തിന് 1-ാം നാള് അതിനു മുമ്പ് ആ ഒരു കർത്താവ് വ്യാഴാഴ്ച ക്രൂശിക്കപ്പെട്ടു. വെള്ളിയും ശനിയും ശബത്തായിരുന്നു. അന്ന് പെസഹ കഴിഞ്ഞിട്ടുള്ള വെള്ളി ആയതുകൊണ്ട് അതൊരു ശബത്തായിരുന്നു. പിന്നെ ശനിയാഴ്ച സാധാരണ ശബത്തായിരുന്നു. അപ്പൊ ആ ശബത്തായിരുന്നുകൊണ്ട് അവർക്ക് ഒന്നും അവർക്ക് ആ സമയത്ത് വിശ്രമിക്കാനേ പറ്റത്തുള്ളൂ. എന്നാ ശബത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് ചെന്ന് എന്ത് വാങ്ങിച്ചു? ഈ സ്പൈസസ് വാങ്ങിച്ചതായിട്ടാണ്, ഈ സുഗന്ധദ്രവ്യങ്ങള് വാങ്ങിച്ചതായിട്ടാ നമ്മളവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തില് മർക്കോസിന്റെ സുവിശേഷത്തില് മർക്കോസ് 16-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ദ ബോട്ട് ആഴ്ചവട്ടത്തിന് 1-ാം നാള്. അപ്പൊ ശബത്ത് കഴിയുമ്പോഴത്തേക്ക് അവര് ചെന്ന് വാങ്ങിച്ച് ആഴ്ചവട്ടത്തിന് 1-ാം നാള് അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോ അപ്പൊ ഇരുട്ടുള്ളപ്പോ തന്നെ അവർ കല്ലറയ്ക്കൽ ചെല്ലുന്നതായിട്ടുള്ളൊരു കാര്യം വായിക്കുന്നുണ്ട്. നമ്മളിപ്പം നമുക്കറിയാം, പണ്ട് ഇതുപോലെ ഈ നമ്മുടെ മീറ്റിംഗ്സിൽ ഷെയർ ചെയ്തപ്പോ മോളി സിസ്റ്റർ പറഞ്ഞു എന്തോന്ന്, കല്ലറയുടെ അടുത്തേക്കൊക്കെ സ്ത്രീകളൊക്കെ ഈ ഇരുട്ടുള്ള സമയത്ത് ആരെങ്കിലും ഒക്കെ ഓടി ചെല്ലുവോ? അപ്പൊ അത് സാധാരണ സ്ത്രീകൾ, അതും മഗ്ദലക്കാരി മറിയ ഒറ്റയ്ക്കല്ലായിരുന്നു. നമ്മളിവിടെ യോഹന്നാന്റെ സുവിശേഷത്തിലും മഗ്ദലക്കാരി മറിയത്തിനാണ് കർത്താവ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടതെന്നുള്ളൊരു കാര്യം എംഫസൈസ് ചെയ്യാൻ വേണ്ടി, ഊന്നൽ കൊടുക്കാൻ വേണ്ടി യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായിട്ട് മഗ്ദലക്കാരി മറിയത്തിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ നമ്മളിപ്പം മർക്കോസിൽ ഇപ്പം നമ്മൾ വായിച്ചതുപോലെ മഗ്ദലക്കാരി മറിയ ഉണ്ടായിരുന്നു, യാക്കോബിന്റെ അമ്മയായിട്ടുള്ള മറിയ ഉണ്ടായിരുന്നു, ശലോമ ഉണ്ടായിരുന്നു. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ മറ്റു സ്ത്രീകളും എന്നുള്ളൊരു കാര്യവും വായിക്കുന്നുണ്ട്. അപ്പം 4 അതിൽ കൂടുതൽ സ്ത്രീകളോ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. ലൂക്കോസ് 24-ാം അധ്യായത്തിന്റെ ലൂക്കോസ് 24-ാം അധ്യായത്തിന്റെ അതിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ, അവർ ആരെന്നാൽ മഗ്ദലക്കാരി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നിവർ തന്നെ അവരോട് കൂടെയുള്ള മറ്റു സ്ത്രീകളും അത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ആ സഹോദരിമാരായിട്ടുള്ള സ്ത്രീജനങ്ങള് അവർക്ക് കർത്താവിനോടുള്ള വലിയൊരു തീക്ഷ്ണതയും വാഞ്ചയും ഭക്തിയൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. നിക്കോദമസിന് ആണ് ആ സ്പൈസസ് ഒക്കെ പൂശുവാൻ തക്കവണ്ണം ഒരു സമയം കിട്ടിയില്ല. അതെല്ലാം ആ ഒരു റാപ്പ് നമ്മളവിടെ യോഹന്നാൻ 19:40 നമ്മൾ വായിക്കുമ്പോൾ, യേശുവിന്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടു കൂടി ശീല പൊതിഞ്ഞു കിട്ടി. അത്രയൊക്കെ ചെയ്യാനുള്ള സമയമൊക്കെ ഉള്ളായിരുന്നു. എന്ന് കർത്താവിന്റെ ശരീരത്തില് ഈ സുഗന്ധദ്രവ്യങ്ങളെല്ലാം വെക്കേണ്ടതിനായിട്ട് അധികാലത്ത് എഴുന്നേറ്റ് ഉറക്കമൊക്കെ ഉളച്ച് അവര് രാവിലെ എഴുന്നേറ്റ് അവരുടെ ഒരു ഭക്തി നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം അവര് പോകുന്ന വഴിയിൽ അവർക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മളത് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, തിരിച്ച് ഒന്നുകൂടെ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഈ കല്ല് ആര് ഉരുട്ടി നീക്കും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങളിലും ഈ വലിയൊരു കല്ല് ആര് ഉരുട്ടി നീക്കും. നമ്മുടെ ജീവിതത്തിൽ ചില
അടഞ്ഞ അധ്യായങ്ങളെയോ ആർക്ക് ഈ ഒരു തടസ്സം നീക്കാൻ പറ്റും? നമ്മുടെ ജീവിതത്തിൽ ചില ഉരുട്ടി വെച്ചിരിക്കുന്ന ചില കല്ലുകളൊക്കെ മനുഷ്യനാല് ഒന്നും പറ്റത്തില്ല. അത് ഈ സ്ത്രീകളെല്ലാം കൂടെ ആഞ്ഞു പിടിച്ചാലും ഈ കല്ലൊന്നും അനങ്ങാൻ പോകുന്നില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് അവര് ചോദിക്കുന്നുണ്ട് അതിന്റെ ആ മർക്കോസ് 16-ന്റെ 3-ാമത്തെ വാക്യത്തിൽ, കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു. അതിന്റെ 4-ാമത്തെ വാക്യം, അവർ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടി കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു, വലിയൊരു കല്ലായിരുന്നു. അപ്പൊ യഹൂദന്മാരൊക്കെ അവിടെ പിലാത്തോസിനോടൊക്കെ പറഞ്ഞ ഏറ്റവും വലിയ കല്ല്, അവിടെയൊക്കെ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ കല്ലൊക്കെ നോക്കി എല്ലാം അടച്ച് സീൽ ചെയ്തൊക്കെ വെച്ചേക്കുക എന്ന്. അവിടെ ആരായിരിക്കും കല്ലറ ഈ ഇത് കല്ലൊക്കെ ഉരുട്ട് നീക്കിയെന്ന് പറഞ്ഞാല് കർത്താവ് പുനരുദ്ധാനം ചെയ്ത കർത്താവുണ്ട്, ദൂതന്മാരുണ്ട്. ദൂതന്മാരുടെ കാര്യം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ദൂതന്മാരുടെ ശക്തിയെ കുറിച്ചൊക്കെ വായിക്കുമ്പം അതായിരുന്നു ഞാൻ സഹോദരങ്ങൾ പ്രാർത്ഥിച്ച സമയത്ത് പെട്ടെന്ന് ഞാൻ ആ ഒരു റെഫറൻസ് ഓർക്കാൻ വേണ്ടി, ഈ ദൂതന്മാരെന്ന് പറഞ്ഞാൽ മോശക്കാരൊന്നും അല്ല. ദൂതന്മാരുടെ ശക്തിയെ കുറിച്ചൊക്കെ പഴയ നിയമത്തിൽ പറയുന്ന രണ്ട് റെഫറൻസ് ഞാൻ വായിക്കാം. ഒന്ന്, 2 രാജാക്കന്മാരുടെ പുസ്തകത്തില് ഒരു ദൂതൻ എത്ര പേരെ കൊന്നു എന്ന് വായിക്കുമ്പോൾ നമുക്ക് ഈ ദൂതന്മാരുടെ ശക്തിയുടെ ഒരു ഏകദേശ രൂപം പിടികിട്ടും. ദൂതന്മാര് മോശക്കാരൊന്നും അല്ല നമുക്ക്. അപ്പം എന്നാലും ഇപ്പം 2 രാജാക്കന്മാർ 19-ാം അധ്യായത്തില് അവിടെ 2 രാജാക്കന്മാർ 19:35 അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ, അതായത് അസ്റിയയുടെ പാളയത്തില് 1,85,000, ഒത്തിരി കൂടുതലൊന്നുമില്ല, 1,85,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. ഒരു ദൂതന് 1,85,000 പേരെന്ന് പറഞ്ഞാൽ എത്ര പേരാ? അപ്പൊ അത്രയും ശക്തിയുള്ള ദൂതഗണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈവൻ ഒന്ന് ദിനവൃത്താന്തത്തില് ഇങ്ങനെ ഒരു വാക്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്, ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുന്ന ഒരു ദൂതനെ കുറിച്ച്. ഒന്ന് ദിനവൃത്താന്തം രാജാക്കന്മാരും കഴിഞ്ഞ് ദിനവൃത്താന്തം 21-15 ഒന്ന് ദിനവൃത്താന്തം 21-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില്, ദൈവം യെരൂശലേമിനെ നശിപ്പിക്കേണ്ടതിന് ഒരു ദൂതനെ അവിടെ അയച്ചു. അവർ നശിപ്പിക്കുവാൻ ഭാവിക്കുമ്പോൾ യഹോവ കണ്ടു, ആ അനർത്ഥത്തെ കുറിച്ച് അനുദപിച്ചു. നാശക ദൂതനോട് മതി, നിന്റെ കൈ പിൻവലിക്കുക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ യെബൂസ്യനായ ഒർണോന്റെ കളത്തിനരികെ നിൽക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതെ, അപ്പൊ ആ ഒരു ദൈവം ഒരു ദൂതനെ അയച്ചു യെരൂശലേമിനെ നശിപ്പിക്കേണ്ടതിനായിട്ട്. അപ്പൊ ആ ഒരു ദൂതന്മാരുടെയൊക്കെ ആ ഒരു ശക്തി, അത് കഴിഞ്ഞിട്ട് ദൈവം തന്നെ ആ ദൂതനോട്, നശിപ്പിക്കുന്ന ആ ദൂതനോട് പറയുക, മതി മതി, ഇറ്റ് ഇസ് ഇനഫ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ദൂതന്റെയൊക്കെ ആ ഒരു ശക്തി നമ്മള് വചനത്തിൽ കാണുമ്പോൾ എത്ര വലിയ ശക്തി. അപ്പൊ ഈ ദൂതനോ ഇനിയിപ്പം യേശു പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ ഒന്നും ഈ കല്ലെടുത്ത് മാറ്റുന്ന എന്താ, നമ്മുടെ ഇപ്പൊ ഒരു ബുക്ക് എടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് എടുത്ത് വെക്കുന്നതിന്റെ അത്ര ലാഘവം പോലും കാണത്തില്ല. അപ്പൊ അത്രയും അതായത് വേറൊരു ദൂതനെ കുറിച്ച് നമ്മളിവിടെ വെളിപാട് പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്താ, ഒരു കാല് ഭൂമിയില്, ഒരു കാല് കടലില്, അല്ലെ? നമ്മള് വെളിപാട് പുസ്തകം 10-ാം അധ്യായത്തില് ഇപ്പൊ നമ്മള് ഒരു കാല് കരയിലും ഒരു കാല് കടലിലുമായിട്ട് എന്നാ എപ്പം കടലിൽ തിരയടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി ചോദിച്ചാൽ മതി എന്ന് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അതിന്റെ 2-ാമത്തെ വാക്യം, അവന്റെ കയ്യിൽ, അത് ദൂതന്റെ കയ്യിൽ തുറന്നൊരു ചെറു പുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലങ്കാല് സമുദ്രത്തിന് മേലും ഇടങ്കാല് ഭൂമിമേലും വെച്ചു. അപ്പൊ അത്രയും വലിയ ഒരു അപ്പൊ ഈ ദൂതന്മാര് എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ ശക്തിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല. ദൈവദൂതന്മാരെന്ന് പറഞ്ഞാൽ എന്താ, ദൈവത്തിന്റെ ദൂതഗണങ്ങള്, ദൈവത്തിന്റെ ശക്തി, ദൈവം സർവശക്തനായ ദൈവം, സ്രഷ്ടാവായ ദൈവം, കർത്താവ് സൃഷ്ടിച്ചതാണ് ഈ ദൂതന്മാരെ. ആ ദൂതന്മാര് നമുക്ക് സേവകാത്മാക്കളായിട്ടുണ്ടെന്നൊക്കെയാ നമ്മൾ എബ്രായർ 1-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ലിയനാർഡ് റാവൻഹിയിൽ പറഞ്ഞൊരു കോട്ട് സ്ത്രീകൾ ഇടയ്ക്ക് പറയാറുണ്ട്, എന്താ, പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവ് ദൈവവും 3-2 ദൂതന്മാരും എന്റെ സൈഡിലുള്ളപ്പോ പിന്നെ ഞാൻ ദൂതിനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്റെ ദൂതിന് പറയുകയാണ്. 3-1 ദൂതന്മാരെ വീണ് പിശാചൊക്കെ ദുരാത്മാക്കളായിട്ട്, ഭൂതാത്മാക്കളായിട്ട് ഈവിൾ സ്പിരിറ്റ്സ് ആയിട്ട് മാറിയിട്ടുള്ളൂ. എന്ന് ബാക്കിയുള്ള 3-2 ദൂതന്മാരെന്ന് പറഞ്ഞാല് ഒരു ദുരാത്മാവ് ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി 2:1 റേഷ്യോയിലാണ് ഉള്ളത്. അപ്പൊ അതായത് അത്രയും 3-1 ദൂതന്മാര് വീണു പോയി. അപ്പൊ ഒരു വീണ് ദൂതൻ, ഒരു ഫോളൻ ഏഞ്ചൽ അല്ലെങ്കിൽ ഒരു
ദുരാത്മാവിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി രണ്ട് ദൂതന്മാര് ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മളവിടെ മനസ്സിലാക്കുന്നുണ്ട്. മൂന്നിലൊന്ന് ദൂതന്മാരാന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് പുസ്തകം 12-ന്റെ 4-ാമത്തെ വാക്യത്തില് ഇങ്ങനെ പാസിംഗ് ആയിട്ട് ഞാൻ റെഫറൻസ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് ആ ഒരു മറിയുടെ ഭക്തി കാണുന്നുണ്ട്. അവിടെ കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് അസാധ്യമായിട്ട് എന്താ ഉള്ളത്? കർത്താവിന്റെ കൈ കുറുകി പോയിട്ടില്ല. കർത്താവിനെ ഡിഫിക്കൽട്ട് ആയിട്ട് ഇസ് എനിത്തിങ് ടു ഡിഫിക്കൽട്ട് ഫോർ ദ ലോർഡ്? കർത്താവിന് എന്തെങ്കിലും പ്രയാസമായിട്ടുള്ളത് ഉണ്ടോ എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ യെരമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ചിലപ്പം ചില പ്രശ്നങ്ങളായിരിക്കും, നമുക്ക് വിഷമുണ്ടാകുന്ന ചില കാര്യങ്ങളോ നമുക്ക് പ്രയാസം ഉണ്ടാകുന്ന ചില ഭാരങ്ങളോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഏത് ഭാരവും നീക്കിക്കളയാനായിട്ട് കർത്താവും കർത്താവിന്റെ ദൂതഗണങ്ങളും എല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. കല്ലാര് നീക്കി കളയൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയേണ്ട കാര്യമില്ല. ബറിയലിനെ കുറിച്ച് കർത്താവ് ഒന്നും പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെ ഈ കല്ല് ഉരുട്ടി നീക്കുന്നതിനെ കുറിച്ചൊന്നും സഹോദരിമാര് സ്വാഭാവികമാണ്, അവരെ നമുക്ക് കുറ്റം പറയാനൊക്കത്തില്ല. നമ്മളായിരുന്നെങ്കിൽ ഇങ്ങനെ യോഹന്നാനും ഒക്കെ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നെന്ന നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സഹോദരിമാര് വേണം പിന്നെ അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ അവർ വീണ്ടും ചെന്ന് കിടന്ന് ഉറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതായിട്ടൊക്കെ നമ്മൾ കാണുന്നതെന്ന് ഈ സഹോദരിമാരാണ് അവിടെ ഇങ്ങനെ ആ ഒരു സീനിലേക്ക് ഉയർന്നു വരുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നത്. അതിന്റെ യോഹന്നാൻ 20-ന്റെ 2-ാമത്തെ വാക്യം, അവൾ ഓടി ശിമോൻ പത്രോസിനെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവനോട് പറഞ്ഞു. അപ്പം യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യനെയും എന്നുള്ളൊരു കാര്യം, ദ ഡിസേബിൾ ഹൂം ജീസസ് ലവ്ഡ്. നമുക്കറിയാം ആ ഒരു യോഹന്നാനെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് ആ ഒരു ആ ഒരു പാറപ്പള പോലെ മറഞ്ഞിരിക്കുന്ന യോഹന്നാനെ കാണുന്നുണ്ട്. അവന് സ്വന്തം പേര് പോലും പറയാതെ പത്രോസും യേശുവിന് പ്രിയനായ ശിഷ്യൻ എന്ന് മാത്രം പറയുന്ന അവരുടെ അടുക്കിലേക്ക് ഇവരാണ് എല്ലാവരുടെയും ഹെഡായിട്ടുള്ളത്. യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയാണ് കർത്താവ് എല്ലായിടത്തും കൊണ്ടുപോയതൊക്കെ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഒക്കെ ചെന്ന് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ടു, കല്ലറക്കൽ ചെന്നു. 3-ാമത്തെ വാക്യം, ഇരുവരും ഒന്നിച്ചൂടി. രണ്ടുപേരും ഓട്ട മത്സരമായിരുന്നു, ആരാണ് ആദ്യം എത്തുന്നത് എന്നുള്ളത്. അപ്പൊ ആരാ ആദ്യം എത്തി? മറ്റേ ശിഷ്യൻ. യോഹന്നാനാ കുറച്ചുകൂടെ നല്ല മസിൽ പവർ ഒക്കെ ഉണ്ടായിരുന്നു. പത്രോസ് കുറച്ചുകൂടെ ഹെവി ആയിരുന്നിരിക്കും. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യ കല്ലറക്കിൽ എത്തി. കുനിഞ്ഞൊക്കെ നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. കർത്താവിനെ ചുറ്റിയിരുന്ന ശീലകളൊക്കെ കിടന്നു. എന്നാ അകത്ത് കിടക്കാന് യോഹന്നാനെ എപ്പോഴും ഇങ്ങനെ ആലോചിച്ച്, പത്രോസ് ആണെങ്കിൽ എടുത്ത് അടി എല്ലാം ചെയ്യുന്ന ആളാണ്. യോഹന്നാനാണെങ്കിൽ ഇങ്ങനെ കണ്ടംപ്ലേറ്റ് മേടിച്ചിട്ട് അകത്ത് കിടക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര് കൂടി അകത്ത് കിടന്നു. അതാ നമ്മൾ വായിക്കുന്നത് 6-ാമത്തെ വാക്യം, യോഹന്നാൻ 20-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അവന്റെ പിന്നാലെ ശിമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു. അപ്പൊ കല്ലറയിലൊക്കെ കടന്ന് ശീലകളൊക്കെ നോക്കാൻ തക്കവണ്ണമുള്ള സ്പേസ് അന്ന് ധനികരായ ആൾക്കാരുടെ കല്ലറയിലൊക്കെ അത്രമാത്രം സ്പേസ്, ഈവൻ ആൾക്കാർക്ക് ഇരുന്ന് കരയാൻ വേണ്ടി പോലുമുള്ള സ്പേസസ് അന്നത്തെ വലിയ കല്ലറയിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യം യഹൂദ ചരിത്രകാരന്മാര് പറയുന്നത്. അപ്പൊ അത് കല്ലറയിൽ കടന്ന് ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരിക്കുന്ന റൂമാൻ ശീലകളോടുകൂടി കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടതായിട്ട് നമ്മളവിടെ വായിക്കുന്നു. ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ ആ ഒരു റോൾഡ് അപ്പ് ഇൻ എ പ്ലേസ് ബൈ ഇറ്റ് സെൽഫ്. അതിൽ നിന്ന് നമ്മള് ഈ ത്രൂ ദ ബൈബിളിനകത്ത് സാക്ബർ പറയുന്നുണ്ട്, കർത്താവ് പുനരുദ്ധാനം ചെയ്തതിന് ശേഷം ആദ്യം ചെയ്ത പ്രവൃത്തി എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ബെഡ്ഷീറ്റ് എടുത്ത് മടക്കി വെച്ചു. നമ്മൾ സാധാരണ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്താ? ബെഡ്ഷീറ്റൊക്കെ അവിടെ കിടക്കട്ടെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവസാനം ഈ ബെഡെല്ലാം കുളമായിട്ട് കിടക്കും. അമ്മയോ അപ്പനോ വന്നായിരിക്കും പിന്നെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മടക്കി വെക്കുന്നത്. പക്ഷെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിസിപ്ലിൻ ആയിട്ട് ഈ ഒരു കാര്യം കർത്താവിന്റെ ഒരു ഓർഡർലിനെസ്, ഒരു ടൈഡിനെസ് നമ്മളവിടെ കാണുന്നുണ്ട്. ആ ഒരു ശീലകളെ ചുറ്റി വെച്ചിരിക്കുന്നതായിട്ട്, റോളപ്പ് ചെയ്ത് വെക്കുന്നതായിട്ട്. പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് യഹൂദന്മാരുടെ ഒരു ആചാരപ്രകാരം അവര് ഈ അവരുടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിന്റെ ആ തുണി അവര് റോളപ്പ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഈ അതിഥി ഇനിയും തിരിച്ചു വരും എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമായിട്ടും കേട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും കർത്താവ് തിരിച്ചു വരും എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് കർത്താവ് അവിടെ അത് റോളപ്പ് ചെയ്ത് വെച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. പിന്നെ ആദ്യം കല്ലറക്കിലെത്തിയ 8-ാമത്തെ വാക്യം, ആദ്യം കല്ലറക്കിലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് എന്ന് കണ്ട് വിശ്വസിച്ചു. അപ്പൊ ആദ്യം പത്രോസ് കണ്ടു. യോഹന്നാനാണ് ആദ്യം ഓടിച്ചെന്ന് എത്തിയത്. പക്ഷെ പത്രോസ് അകത്ത് നിന്ന് കണ്ട്, പിന്നെ യോഹന്നാനും ഈ കാര്യങ്ങൾ കണ്ട് വിശ്വസിച്ചു. ഇവരൊക്കെ ഈ കാര്യത്തിന് ദൃക്സാക്ഷിയാണെന്നുള്ളൊരു കാര്യം അവര് ഭംഗിനിരേണ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുക. 9-ാമത്തെ വാക്യം, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അവർക്ക് ആ കാര്യങ്ങളങ്ങ്
they did not understand. കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നതൊക്കെ മത്തായി 14 മുതൽ പറയുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ കാര്യങ്ങളൊന്നും ഇവർക്ക് അത്ര അങ്ങ് കത്തുന്നില്ല. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലേക്ക് വന്നിരുന്നില്ല. അവർക്ക് കാര്യങ്ങളൊക്കെ കർത്താവ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആ പാടെ കർത്താവെല്ലാം പോയി. ഇനിയിപ്പോ 3 ദിവസമായി, ഇനിയിപ്പോ എന്താ സംഭവിച്ചേ, ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ എന്നൊന്നും അറിയാതിരിക്കുന്ന ഒരു സമയവും അവര് അതും പത്രോസ് ആണെങ്കിൽ അവിടെ കൂടുതൽ ഡെസ്പായിട്ടിരിക്കുക. എന്താ 3 തവണ തള്ളിയും കൂടെ പറഞ്ഞു. ഇനിയിപ്പോ കർത്താവിനെ തള്ളിക്കളഞ്ഞു, ദൂതന്മാരുടെ മുമ്പാകെ തള്ളിക്കളഞ്ഞു, ഓൾറെഡി ഒക്കെ പറഞ്ഞു കാണുമായിരിക്കും. എന്നെ തള്ളി പറയുന്നതിന് ദൂതന്മാരുടെ മുമ്പാകെ ഞാനും തള്ളി പറയുന്നൊക്കെ കർത്താവ് മത്തായി 10-ാം വാക്ക് ഒക്കെ പത്രോസ് ഓർത്ത് അങ്ങനെ ഡെസ്പായിട്ടിരിക്കുന്ന ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഡിപ്രസീവ് എപ്പിസോഡിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അവർക്ക് ആ കാര്യങ്ങളൊന്നും അപ്പം കത്തുന്നില്ല. അതുവരെ അവർ അറിഞ്ഞില്ല. ആ തിരുവഴുത്ത് അവർ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്നുള്ളൊരു കാര്യം. 10ാമത്തെ വക അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ശിഷ്യന്മാർ പക്ഷെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പക്ഷെ മറിയ വീട്ടിലേക്ക് മടങ്ങിപ്പോയില്ല. ആ കാര്യം നമ്മുടെ ഇവിടെ. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. അപ്പൊ ബാക്കിയുള്ള മറിയന്മാരും തിരിച്ചു പോയി കാണണം. അതുകൊണ്ടാണ് നമ്മളിവിടെ മറിയയെ കുറിച്ച് മാത്രം ഇവിടെ വായിക്കുന്നത്. ബാക്കി കുറെ മറിയന്മാരും ശലോമിയും യോഹന്നയും എല്ലാം ഉണ്ടായിരുന്നു, വേറെ സ്ത്രീകളും ഉണ്ടായിരുന്നതൊക്കെ ആയിട്ട് നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്. എന്നാൽ മറിയ മാത്രം ഇതെല്ലാം വന്ന് ശിഷ്യന്മാരും കടന്നുപോയി. പക്ഷെ മറിയത്തിന് കർത്താവിനോട് അതുപോലുള്ള ഒരു ആഴത്തിലുള്ള ഒരു കർത്താവ്, എന്റെ കർത്താവ് അവിടുന്ന് ജീവനുള്ള ദൈവമാണ്, എന്നെ വിട്ടിട്ട് അവൻ പോയില്ല എന്നുള്ള ഒരു വലിയൊരു ഭക്തി മറിയത്തിനോട്, ആ കർത്താവിനുള്ള ഒരു ഭക്തി. എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്ന പറയത്തക്കവണ്ണം വലിയ കാര്യങ്ങളെ കുറിച്ചൊന്നും അവൾക്ക് വലിയ ധാരണയൊന്നും ഇല്ല. എന്നാൽ അവള് കല്ലറയിൽ കുനിഞ്ഞു നോക്കി, കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊന്ന് കുനിഞ്ഞു നോക്കിയപ്പം യേശുവിന്റെ ശരീരം കിടന്നെടുത്ത് വെള്ള വസ്ത്രം ധരിച്ച് 2 ദൂതന്മാര്, ഒരുത്തൻ തലക്കിലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. വുമൺ വൈ ആർ യു വീപ്പിംഗ്, നമ്മുടെ ആനിസിസ്റ്ററിന്റെ ബുക്കിന്റെ പേര് അതിൽ നിന്നാണ്. ഇതിൽ താഴെയും കർത്താവും ചോദിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. 15ാമത്തെ വാക്യത്തിൽ അതിൽ നിന്നാണല്ലോ നമ്മള് ആനിസിസ്റ്റർ ആ ബുക്കിന്റെ പേര് എടുത്തിരിക്കുന്നത്. വുമൺ വൈ ആർ യു വീപ്പിംഗ്. നമ്മളുടെ ജീവിതത്തിലും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്. ഇവൻ ദൂതൻ ആദ്യം ചോദിക്കുന്നത് നമ്മളിവിടെ വായിക്കുക, സ്ത്രീ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി. ആരോ എടുത്തുകൊണ്ട് പോയതാ, അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു, യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. പുനരുദ്ധാനം ചെയ്ത യേശുവാണ്. ആ സമയത്ത് ഇരുട്ടായിരുന്ന സമയമാണ്. അപ്പൊ യേശുവിനെ തിരിച്ചറിയാൻ പറ്റിയില്ല. പുനരുദ്ധാനം ചെയ്ത കർത്താവ് കുറച്ചുകൂടെ വ്യത്യസ്തനായിരുന്നിരിക്കണം. പിന്നെ അവിടെ നേരം വെളുത്ത് വന്നതേ ഉള്ളൂ. മറിയ പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ അവിടെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോ മറിയക്ക് മനസ്സിലായില്ല. എന്നാ കർത്താവ് ചോദിക്കുന്നുണ്ട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? അപ്പൊ അവിടെ സ്ത്രീ എന്നുള്ള വാക്ക്, വുമൻ എന്നുള്ളത് സ്ത്രീകളെ റെസ്പെക്ട്ഫുൾ ആയിട്ട് സംബോധന ചെയ്യുന്ന കർത്താവ് അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരാളെ ചെന്ന് സ്ത്രീ എന്ന് വിളിച്ച് അവര് മാനനഷ്ട കേസ് കൊടുക്കുന്നു അല്ലേ? സ്ത്രീ ഇങ്ങനെ സ്ത്രീകളെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇവിടെ അത് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീ എനിക്കും നിനക്കും തമ്മിൽ എന്നൊക്കെ കാനായിലെ കല്യാണത്തിന് യോഹന്നാൻ 2-ാം അധ്യായത്തിലൊക്കെ ചോദിക്കുമ്പോൾ ഒരു സ്ത്രീജനങ്ങളോട് മാന്യമായിട്ട് മാഡം എന്നൊക്കെ വിളിക്കുന്ന ഒരു ഇതായിട്ടാണ് ബൈബിൾ പണ്ഡിതന്മാരെ ആ ഒരു അഭിസംബോധനയെ ഒരു ഗ്രീക്കിൽ അങ്ങനെയുള്ളൊരു കാര്യം അങ്ങനെയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ സ്ത്രീ നീ കരയുന്നത് എന്ത്, ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചു. അവിടെ ഒരു ഗാർഡൻ ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യം നമ്മൾ അതിന്റെ തൊട്ട് മുമ്പേ കഴിഞ്ഞ ആഴ്ച വായിച്ചായിരുന്നു. 1941 അവിടെ ഒരു തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ തോട്ടമൊക്കെ നോക്കി നടത്തി വരുന്ന തോട്ടക്കാരനായിരിക്കും ഇദ്ദേഹം എന്ന് വിചാരിച്ച് അപ്പൊ കർത്താവിനെ കണ്ടപ്പോ തോട്ടക്കാരനായിട്ട് തോന്നി. അപ്പം അത് നമ്മളോട് വായിക്കുന്ന യജമാനെ, അതായത് തോട്ടക്കാരനെ നിരൂപിച്ചിട്ട് തോട്ടക്കാരനോട് അവൾ എന്താ പറയുന്നേ, എടാ പോടാന്നല്ല വിളിക്കുന്നത്, യജമാനെ എന്നാ വിളിക്കുന്നത്. റെസ്പെക്ട്ഫുൾ ആയിട്ടാണ്. ഏതൊരു തോട്ടക്കാരൻ എന്ന് പറയുമ്പോൾ എത്ര വലിയ സൊസൈറ്റിയിൽ വലിയ ഹൈ പൊസിഷനുള്ള ആളൊന്നും അല്ലെങ്കിൽ ലോഡ് സർ എന്ന ഇംഗ്ലീഷിൽ സർ എന്ന് എഴുതിയിരിക്കുന്നത്. യജമാനെ നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അനുസരിച്ച് താൻ എത്രമാത്രം ഒരു നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്, എത്രമാത്രം ഒരു താഴ്മയിലും നുറുക്കത്തിലുമാണ് മറിയെന്നുള്ളൊരു കാര്യം. അപ്പൊ തോട്ടക്കാരനായിട്ടുള്ളൊരു ഒരാള് എങ്കിൽ പോലും യജമാനെ നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞിരിക്കുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. എന്നുവെച്ചാല് മറിയ ഒരു സ്ത്രീ ആയിട്ടുള്ളൊരു സഹോദരിക്ക് ഒരു പുരുഷന്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകാനുള്ള എന്ത് ശക്തിയാവുള്ളേ. പക്ഷെ അവളുടെ ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു തീക്ഷ്ണതയൊക്കെ നമ്മളവിടെ കാണുന്ന അവനോട് പറഞ്ഞു. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. മറിയേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് പെട്ടെന്ന് കാര്യങ്ങൾ കത്തിയത്. എന്നുവെച്ചാൽ പേര് ചൊല്ലി വിളിച്ചു,
ഇടയൻ പേര് ചൊല്ലി വിളിക്കുമ്പോൾ എന്താ നമ്മൾ ഈ ഇതേ യോഹന്നാൻ 10:4 വായിക്കുവാണെങ്കിൽ നമ്മൾ എന്താ വായിക്കുന്നത്? യോഹന്നാൻ 10 അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തില് ഇടയൻ പേര് ചൊല്ലി വിളിക്കുമ്പോൾ തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. ദ ഷീപ്പ് ഫോളോ ഹിം ബിക്കോസ് ദേ നോ ഹിസ് വോയിസ് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അവന്റെ ശബ്ദം, കർത്താവ് ആ മറിയേ എന്നുള്ള ആ ഒരു സ്നേഹത്തിലുള്ള കർത്താവിന്റെ ആ വിളി കേട്ടപ്പോഴാണ് കർത്താവിന്റെ കർത്താവാണെന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയുന്നത് എന്നുള്ള കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. അതാണ് നമ്മൾ വായിക്കുന്നത്. മറിയേ എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു, അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട് എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ലെങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. അപ്പം എന്നെ തുടരുത്, തന്നെ ഇനിയിപ്പോ ഉയരത്തിലേക്ക് അസെൻഡ് ചെയ്യുക, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അവിടെ ആദ്യമായിട്ടാണ് നമ്മൾ സാഗ്ബേദം എപ്പോഴും പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യമായിട്ടാണ് കർത്താവ് എന്റെ സഹോദരന്മാരും അതാണ് നമ്മൾ വായിക്കുന്നത്, എന്റെ സഹോദരന്മാരും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. എന്റെ കർത്താവ് പലയിടങ്ങളിലും എന്റെ പിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പിതാവ് കരുതൂ എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫ്രേസ് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും, അതായത് കർത്താവ് പുനരുദ്ധാനത്തോടു കൂടി നമ്മളുടെ മൂത്ത ജ്യേഷ്ഠ സഹോദരനായി തീർന്നിരിക്കുന്നു. എന്റെ പിതാവ് നിങ്ങളുടെ പിതാവ് എന്നുള്ള ആ ഒരു ഫ്രേസ് ഒരുമിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യം നമ്മൾ പറയുന്നത്. എന്റെ പിതാവ് നിങ്ങളുടെ പിതാവും എന്റെ ദൈവം നിങ്ങളുടെ ദൈവമാവിന്റെ അടുക്കലേക്ക് ഞാൻ കയറി പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. ഇതിന്റെ കാര്യം അറിയ വന്ന് താൻ കർത്താവിനെ കണ്ടുവെന്നും അവനിങ്ങനെ തന്നോട് പറഞ്ഞുവെന്ന് ശിഷ്യന്മാരോട് അറിയിച്ചു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. 19 വരെയുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച കാണാമല്ലോ. അപ്പൊ ആ ഒരു മറിയയുടെ സ്നേഹം നമ്മൾ ആദ്യം ഇന്ന് ആ ഒരു പല കാര്യങ്ങളും നമ്മൾ കണ്ടു. ആ ഒരു പ്രവചനത്തിന്റെ ഫുൾഫിൽമെന്റും കർത്താവിന്റെ ബറിയലിന്റെ ഇമ്പോർട്ടൻസും, കർത്താവ് മരിച്ചപ്പോ കർത്താവ് തടങ്കലിലായിരുന്ന ആത്മാക്കളോട് ചെന്ന് ദൂതന്മാരോട് ചെന്ന് തടങ്കലിലായിരുന്ന ശിക്ഷാവിധിക്ക് കാത്തിരിക്കുന്ന ദൂതന്മാരോട് പ്രസംഗിച്ചതായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മളിപ്പോ 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 18 വാക്യങ്ങൾ നമ്മൾ കണ്ടു. മറിയയുടെ ആ ഒരു ഭക്തിയും കർത്താവിനോടൊരു സ്നേഹവും, എന്നാൽ നമ്മളെ കൊണ്ട് പറ്റാത്ത വലിയ കല്ലുകളൊക്കെ ഉരുട്ടി നീക്കാനായിട്ട് കർത്താവിന്റെ ദൂതന്മാരും ഒക്കെ ഉണ്ടെന്നുള്ളൊരു കാര്യവും, പിന്നെ ആരെ തിരയുന്നു എന്നുള്ളൊരു കർത്താവിന്റെ ചോദ്യം, എന്തിനാ നീ വിലപിക്കുന്ന, ഹൂം ആർ യു സീക്കിങ് എന്നുള്ളൊരു കാര്യം, വോട്ട് ഡു യു സീക്ക് എന്നുള്ള ഒരു ചോദ്യം കർത്താവ് ഇതേ യോഹന്നാൻ 1:38 ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്താ അന്വേഷിക്കുന്നതെന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആരെ അന്വേഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്കും കർത്താവ് നമ്മളോട് ചോദിക്കുന്നത് എന്താ. നമ്മള് ബൈബിൾ വായിക്കുന്നു, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, പല കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഹൂം ആർ യു സീക്കിങ്, എന്താ നമ്മൾ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയാണോ ഈ കർത്താവിന് പിന്നാലെ കൂടിയിരിക്കുന്നത്? എനിക്ക് നല്ല മാർക്ക് വേണം, എനിക്ക് നല്ല ജോലി വേണം, എനിക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ക്രമപ്പെട്ട് പോകണം, അതിനുവേണ്ടി കർത്താവിന് സഹായം വേണം എന്നുള്ളതാണോ? അതോ എനിക്ക് എന്റെ കർത്താവിനെ തന്നെ എനിക്ക് വേണം? ഹൂം ആർ യു സീക്കിങ്, വാട്ട് ഡു യു സീക്ക്? എന്തെങ്കിലും കാര്യത്തെയാണോ? ഇസ് ഇറ്റ് എനിത്തിങ് ദാറ്റ് യു ആർ സീക്കിങ് ബൈ ഫോളോയിങ് ദ ലോർഡ്, ഓർ ഇസ് ഇറ്റ് ദ ലോർഡ് ഹിംസെൽഫ് ദാറ്റ് ഡു യു സീക്ക്? ഹൂം ആർ യു സീക്കിങ് യോഹന്നാൻ 1:38 യോഹന്നാൻ 20:15 വരുമ്പോൾ ഹൂം ആർ യു സീക്കിങ് എന്നുള്ളൊരു കാര്യം അവിടെ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം അന്വേഷിക്കുന്നുള്ളൂ, എന്റെ കർത്താവിന്റെ മനോഹരത്തെ കാണുവാനായിട്ട് അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നത് ഞാൻ അന്വേഷിക്കുന്നത് പറയുന്നത്. അപ്പൊ അതുപോലെ മറിയത്തിന്റെ ആ ഒരു ഭക്തിയെ പോലെ നമ്മളെ ഹൃദയത്തിലും വിശുദ്ധാത്മ ആ ഒരു ഭക്തി നൽകട്ടെ. നമ്മളുടെയും ബാക്കി റോമൻ പടയാളികളെയൊക്കെ വിട്ട് പല നമ്മളെ കുന്തമുന പല റോമൻ പടയാളികളെ നമ്മളുടെ നേർക്ക് ഉയർത്തുമ്പോഴും നമ്മളെ കുത്തുമ്പോഴും ഒക്കെയും അവിടെ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകുവാൻ തക്കവണ്ണം നമ്മളുടെ ജഡഭാവന തിരശ്ശീല ചിന്തപ്പെട്ട് ജീവജലത്തിന് നദികൾ ഒഴുകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയാവട്ടെ. കർത്താവിനുള്ള ഒരു ഭക്തിയും സ്നേഹവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അങ്ങനെയുള്ള ഒരു നിരന്തരമായിട്ടുള്ള കർത്താവിനുള്ള ഒരു സ്നേഹബന്ധത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കുവാനും കർത്താവ് നമ്മളെ ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്ക് കർത്താവിനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ ആത്മാവ് നമ്മളെ നിറയ്ക്കട്ടെ. ലോകം നിന്നിലുള്ള വെള്ളി പൊന്നിവ എടുക്കിലും ലോകമായി ജീവിക്കണം നീയെങ്കിലും പോഷിപ്പിക്കുന്നില്ലയോ പർവ്വജാതിയെ അവൻ, വയ്ക്കുക നിൻ ഭാരം അവൻ പാദത്തിലെല്ലാം. നമ്മുടെ ജീവിതത്തില് എന്തെല്ലാം പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ആ ഭാരമെല്ലാം കർത്താവിന്റെ മേലങ്ങ് വെക്കുക. നമ്മളെ മറിയമാരും എല്ലാം ആര് കല്ലൂരിട്ട് നീക്കുമെന്ന് പറഞ്ഞ് അവര് ആകുലപ്പെട്ടപ്പോ കർത്താവ് അവരുടെ ഭാരമെല്ലാം നീക്കി ആ കല്ലെല്ലാം ഉരുട്ട് നീക്കിയതുപോലെ നമ്മളുടെ ഭാരമെല്ലാം കർത്താവിന്റെ
പാദത്തിൽ വെക്കുവാണെങ്കിൽ സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് നമ്മളെ സ്വതന്ത്രമാക്കും. നമ്മൾ ആ മരണത്തിലൂടെ കടന്നു പോകുമ്പോൾ റോമൻ പടയാളികൾ വന്ന് നമ്മളെ കുന്തം വെച്ച് കുത്തുമ്പോൾ സ്വയജീവന രക്തം ചൊരിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ജീവജല നദികളെ ഒഴുക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കും. കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കും. ഒരു വലിയ വിശ്വാസത്തോടെ വലിയ പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് പാടാം. ലോകമായി ജീവിക്കണം മുമ്പാകെ വിശ്വാസത്തോടെ നാം ഭാരമെല്ലാം വെച്ച് വിശ്വസിക്കുമെങ്കിൽ അവൻ നമ്മെ സ്വതന്ത്രനാക്കും. കല്ലറയെ ഭേദിച്ച് പുനരുദ്ധാനം ചെയ്ത കർത്താവ് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്ത ആൾ കർത്താവ് ഇന്നും ജീവിക്കുന്നു. എത്രയോ മഹാരഥന്മാരുടെ എത്രയോ മഹാന്മാരുടെ കല്ലറകളൊക്കെ അടഞ്ഞു കിടക്കുമ്പോൾ കർത്താവിന്റെ കല്ലറ ഇന്ന് ഒഴിഞ്ഞു കിടക്കും. കർത്താവിന്റെ മരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും സ്വർഗാരോപണത്തിന്റെയും എല്ലാം തെളിവായിട്ട് കർത്താവ് ഉയരത്തിൽ വാഴുന്ന ആ ഒരു കർത്താവ്. ആ കർത്താവിനെ തന്നെയാണോ നമ്മൾ അന്വേഷിക്കുന്നത്? അതോ രണ്ട് ദൂതന്മാരെ കണ്ടു എന്ന് പറയുന്ന സാക്ഷ്യം മതിയോ നമുക്ക്? വേറെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ആ നന്മ കിട്ടി, ഭൗതിക നന്മകൾ കിട്ടി, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സാക്ഷ്യങ്ങൾ മതിയോ? അതോ എന്റെ കർത്താവിനെ തന്നെ ഞാൻ കണ്ടു, ആ പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കാണുന്നത് വരെയും അവിടെ നിന്ന് മറിയപ്പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഇരുട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ യേശുവിനോട് ആ ഇരുട്ടുള്ളപ്പോൾ തന്നെ യേശുവിനെ തേടിപ്പോയ മറിയപ്പോലെ നമ്മുടെ ജീവിതത്തിന്റെ പല ഇരുണ്ട സാഹചര്യങ്ങളിലൊക്കെ മരണനിഴലിന്റെ താഴ്വരയിലൂടെ നടക്കുമ്പോഴും എല്ലാം ഒരനർത്ഥവും ഭയപ്പെടാതെ ആ ഇടയനെ തന്നെ തേടുവാന്. ബാക്കി പലർക്കും പല കാര്യങ്ങളുണ്ട്, അവർക്ക് വെള്ളവും വലയും ഉണ്ട്, പല പല കാര്യങ്ങളുണ്ട്. എന്നാ മറിയത്തിന് പോകാൻ വേറെ ഇടമില്ലായിരുന്നു. മറിയത്തിന് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ കർത്താവിന് കഴിയത്തില്ലായിരുന്നു. അത്രമാത്രം അവൾ ആവശ്യബോധത്തിലായിരുന്നു. അവളെ ആൾക്കാർ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നതിൽ നിന്ന് രക്ഷിച്ച ആ മരണയുടെ താഴ്വരയില് രക്ഷിച്ച ആ ഇടയൻ, ആ സ്നേഹം അവൾക്ക് മറക്കാൻ കഴിയത്തില്ലായിരുന്നു. ഭൂതങ്ങളുടെ ആ പിടിയിൽ നിന്ന് താൻ എത്രമാത്രം ടോർമെന്റ്, എത്രമാത്രം ഉപദ്രവം ആ സഹോദരി അനുഭവിച്ചിട്ടുണ്ടാവും ആ എത്രയോ വർഷങ്ങൾ. 7 ഭൂതാത്മാക്കളെല്ലാം ഒറ്റ വാക്കുകൊണ്ട് പുറത്താക്കി തന്നെ രക്ഷിച്ച പുനരുദ്ധാനത്തിന്റെ നായകനെ കാണാനായിട്ട് ആ മറിയത്തിന്റെ ആ ഭക്തി, കർത്താവിനുള്ള നമ്മുടെ ഏകാഗ്രമായിട്ടുള്ള ഒരു ഭക്തി, ആ മറിയത്തെ തന്നെ ആ മറിയത്തിന് ആ പരിശുദ്ധാത്മാവ് നമ്മൾ നൽകിയ ആ ഒരു തീക്ഷ്ണത, ആ ഒരു സ്നേഹം ഇന്ന് പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് നമ്മുടെ ഹൃദയത്തിലും ആ കർത്താവിനുള്ള സ്നേഹം, നമ്മള് പാപിയായിരുന്നപ്പോ, നമ്മുടെ ദോഷിയായിരുന്നപ്പോ, നമ്മുടെ ശത്രുക്കളായിരുന്നപ്പോ, നമ്മൾ നിസ്സഹായരായിരുന്നപ്പോ നമ്മളെ സ്നേഹിച്ച ആ ഒരു സഹായമായില്ലാതെ ഞാൻ ഭാരം വലഞ്ഞിടും വേളയിൽ അരുമയോടെ അരികിൽ വന്ന ആവശ്യത്തിന്റെ സ്നേഹം അത് മറക്കാതെ കർത്താവെ എനിക്ക് അങ്ങേ തന്നെ ഞാൻ എന്തന്വേഷിക്കുന്നു, ഞാൻ ആരെ അന്വേഷിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ കർത്താവെ ഞാൻ അങ്ങേ തന്നെ അന്വേഷിക്കുന്ന സ്വർഗ്ഗത്തിലും ഭൂമിയിലും എനിക്ക് അങ്ങല്ലാതെ വേറൊന്നും ഇല്ല കർത്താവെ, അങ്ങേ എനിക്ക് മാത്രം മതി. അങ്ങനെ എനിക്ക് ഉണ്ടാക്കി ബാക്കി എല്ലാം ഉണ്ട് കർത്താവെ. ആ ഒരു അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്നേഹം എല്ലാത്തിലുപരി അങ്ങേ സ്നേഹിപ്പാൻ കർത്താവെ, ഞങ്ങളുടെ വസ്തുതകളെക്കാട്ടിലും ഞങ്ങളുടെ ദുരിതത്തെക്കാട്ടിലും ഞങ്ങളുടെ സ്വജീവനെക്കാട്ടിലും ഉപരിയായിട്ട് ആ ശിഷ്യത്വത്തിന്റെ പടവുകളൊക്കെ കയറി കർത്താവെ അങ്ങേ മാത്രം സ്നേഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാത്തിലുപരിയായിട്ട് കർത്താവിനെ സ്നേഹിപ്പാനായിട്ട് കർത്താവിനെ തന്നെ അന്വേഷിപ്പാനായിട്ട് ഇപ്പോഴും കർത്താവിന്റെ സാന്നിധ്യം അതുപോലെ വാഞ്ചിക്കുവാനായി, അതുപോലെ ആത്മാവിനാൽ നിറയപ്പെട്ട് കർത്താവെ ഇപ്പോഴും അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ പാദപ്പെടുത്തിയവരായിരിക്കാൻ ഓരോരുത്തരെ സഹായിക്കണമേ കർത്താവെ. അവള് ആ പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കണ്ട് അവള് പുനരുദ്ധാനത്തിന്റെ ഫസ്റ്റ് വിറ്റ്നസ് ഓഫ് ജീസസ് റിസറക്ഷൻ, കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ അതിസാക്ഷിയായിട്ട് അവള് ആ അപ്പോസ്തലന്മാരോട് തന്നെ ലോകം കീഴ്മയും പറിച്ച അപ്പോസ്തലന്മാരോട് ആദ്യമായിട്ട് ആ പുനരുദ്ധാനത്തിന്റെ സത്യത്തിന്റെ സാക്ഷ്യം വഹിക്കുവാനുള്ള വലിയ പദവി കർത്താവെ ആ സഹോദരിക്കാൻ കൊടുത്തുവല്ലോ കർത്താവെ. നന്ദി കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ആ പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കാണുവാനും കർത്താവെ അനേകർക്ക് ആ കർത്താവിനെ കാണിച്ചു കൊടുക്കുവാനും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവെ അങ്ങ് കൊണ്ടുവരുന്ന പല 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 ജീവിതങ്ങളുണ്ടല്ലോ, അവിടെ എല്ലാം പുനരുദ്ധാനം ചെയ്ത് സ്വർഗത്തിൽ ഉയർത്തെഴുന്ന സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് എല്ലാവരും വലത് ഭാഗത്തിരിക്കുന്ന യേശുവിനെ വിശ്വാസ കടകളാലും കണ്ടവരായിട്ട് കർത്താവെ സാക്ഷി പറയുവാൻ, നിങ്ങൾ പുനരുദ്ധാനത്തിന്റെ സാക്ഷികളായിട്ട് കർത്താവെ ആ അപ്പോസ്തലകളൊക്കെ ഞങ്ങൾ വായിക്കുന്ന അവരെല്ലാം പുനരുദ്ധാനത്തിന്റെ സാക്ഷികളായി നിലകൊണ്ടതുപോലെ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അവിടുത്തെ ആത്മാവിനാൽ നിറച്ച് യേശുവിനെ ഹൃദയത്തിൽ കാണുവാൻ ഞങ്ങളെ ഇടയാക്കണം. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. എനിക്കും കർത്താവെ അങ്ങയെ കാണണം, അവിടുത്തെ മുഖപ്രകാശം, അവിടുത്തെ മുഖത്തേക്ക് നോക്കണം കർത്താവെ. കർത്താവെ അവിടുത്തെ മുഖം ഞങ്ങളുടെ സന്തോഷപൂരിതമാക്കി നോക്ക്. ഞങ്ങളുടെ വചനത്തിൽ വായിച്ച് കർത്താവെ ഞങ്ങൾക്ക് അങ്ങയെ കാണണം, അങ്ങയെ സാക്ഷ്യപ്പെടുത്തണം, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം കർത്താവെ. ഞങ്ങളതിന്റെ താഴ്ത്തി സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ കർത്താവെ നിർമ്മലയോഗ്യാഗ്രമായിട്ടുള്ള ആ ഒരു അതിസ്നേഹം കർത്താവെ, ആ ബുദ്ധിയുള്ള കന്യകമാര് നിറഞ്ഞ പാത്രങ്ങളോടുകൂടി ആ മണവാളിനെ കാത്തിരുന്നത് പോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സാഹചര്യങ്ങളിലും കർത്താവെ, എന്തെല്ലാം കർത്താവെ പടയാളികൾ വന്ന് കുത്തുന്ന സാഹചര്യങ്ങളിലെല്ലാം കർത്താവെ ആ ജഡഭാഗത്ത് തിരശ്ശീല ചീന്തപ്പെട്ട് കർത്താവെ സ്വജീവന രക്തം ഒഴുകി പോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ജീവജലത്തിന്റെ പ്രവാഹം കർത്താവെ ഞങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഞങ്ങളുടെ നോട്ടത്തിലൂടെ, ഞങ്ങളുടെ വാക്കുകളിലൂടെ, ഞങ്ങളുടെ പ്രവർത്തികളിലൂടെയൊക്കെ മറ്റുള്ളവരിലേക്ക് കർത്താവെ, ഞങ്ങളെ കുത്തുന്നവരിലേക്ക് തന്നെ കർത്താവെ ആ സ്വജീവന രക്തം ഒഴുകപ്പെട്ട കർത്താവെ ആ പുനരുദ്ധാന ആ പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം ഒഴുകി അവരെ അനുഗ്രഹിക്കൊണ്ടൊക്കെ വേണം കർത്താവെ. അങ്ങനെയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് വേണം. അതെ കർത്താവെ, ആ ആദ്യ സ്നേഹം ഞങ്ങൾക്ക് വേണം കർത്താവെ. അതിനാൽ ഞങ്ങൾ നിറയ്ക്കണം, ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണം. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരും നിറച്ചു ഞങ്ങൾ വിശ്വസിക്കുന്ന ഫ്രഷായിട്ട് ഞങ്ങൾ ഓരോരുത്തരും നിറച്ചാട്ടെ കർത്താവെ, ഞങ്ങളെ സഹായിച്ചാട്ടെ. നന്ദി കർത്താവെ.